വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വചനമായ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപം, പാതയ്ക്ക് പ്രകാശം. ആ വചനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണം. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. വചനത്തിൻ്റെ ശുദ്ധിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം. വചനത്തിൻ്റെ നിയോഗം അനുസരിക്കുവാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്ക് നൽകണം. അങ്ങനെ ഈ ലോകത്തിൽ നിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായി നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ വചന കേൾവി ഞങ്ങൾക്ക് മുഖാന്തരമാകണം. ബലഹീനനായടീൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങയ്ക്ക് സ്വീകാര്യവും പ്രസാദകരവുമായിരിക്കുകയും ചെയ്യണമേ. ആരാധ്യനായ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സ്തേഫാനോസ് തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവജനമേ, 120ാമത് മാരാവൺ കൺവെൻഷൻ്റെ പ്രഥമ പ്രഭാത യോഗത്തിൽ ദൈവവചനം പങ്കിടുന്നതിന് ലഭ്യമായ ഈ അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന് അവസരവും അനുവാദവും നൽകിയ ഇതിൻ്റെ ചുമതലക്കാരോടുള്ള നന്ദി ആമുഖമായി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ 8 ദിവസം ഈ വചന കൂടാരത്തിൽ തിരുവചനത്തിൻ്റെ വിവിധ മുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് കൂടി വരികയാണ്. ഏറ്റവും ലളിതമായി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ സമാപന വാക്കുകളിൽ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. അവൻ മണലിന്മേൽ വീട് പണിയുന്നവന് തുല്യമാണ്. വി ഓൾ നീഡ് എ വെരി സോളിഡ് ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടുന്നതും നമ്മുടെ അടിസ്ഥാനങ്ങൾ ബലവത്താണോ, അടിസ്ഥാനങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടോ, അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ഈ അന്വേഷണം സാധിക്കുന്നത് ഈ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നാം നിൽക്കുന്നത് കൊണ്ടാണ്. അതിന് സഹായകരമായ അന്വേഷണങ്ങളും പഠനങ്ങളുമാണല്ലോ ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തമായിരിക്കുന്നത് പ്രധാനമായും ദൈവം സ്വയംഭൂവാണ്, സെൽഫ് എക്സിസ്റ്റൻ്റ്. മനുഷ്യൻ പരംഭൂവാണ്,
സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ സ്വയംഭൂവായ ദൈവത്തിന് ഇനി ഒരു ആയിത്തീരൽ ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു. എന്നാൽ മനുഷ്യന് നിരന്തരമായ വളർച്ച ആവശ്യമാണ്. ഈ വളർച്ച നമ്മൾ സൃഷ്ടിപ്പിൽ വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. മനുഷ്യനിൽ ദൈവം അന്തർലീനമാക്കിയിരിക്കുന്ന അനന്തമായ അപാരമായ കഴിവുകളാണ് ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയും. എന്നാൽ ഈ സാധ്യതകൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ സാധ്യതകളെ ആക്ച്വലൈസ് ചെയ്യണമെന്നില്ലല്ലോ. അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിനെ വളർത്തിയെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് ഈ ലൈക്ക്നെസ് എന്ന് നമ്മൾ പറയുന്നത്, സാദൃശ്യം എന്ന് പറയും. നമ്മളെല്ലാവരും സ്വരൂപത്തെക്കുറിച്ച് കൂടുതൽ നോക്കുന്ന ആളുകളാണ്. ഇമേജ് മാനിയ ഉള്ള ആളുകളാണ്. ഹൗ ബെസ്റ്റ് ഐ ക്യാൻ പ്രസന്റ് മൈസെൽഫ് ബിഫോർ പീപ്പിൾ, എ കൈൻഡ് ഓഫ് എക്സ്പ്രഷണലിസം. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ പുറത്തെ മനുഷ്യനെ അല്ല, അകത്തെ മനുഷ്യനെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ അകമേയുള്ള മനുഷ്യൻ്റെ വളർച്ച, അതിൻ്റെ പൂർണ്ണതയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ രാവിലെ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ടതും നമ്മൾ ബോധ്യപ്പെടേണ്ടതുമായ ഒരു ചെറിയ കാര്യം, ദൈവത്തിൻ്റെ രൂപമേ എനിക്കുള്ളൂ, ദൈവത്തിൻ്റെ ഭാവം എനിക്കുണ്ട്. അങ്ങനെ ഈ ഭാവത്തിലേക്ക് വളരുന്നതിനാണ് നിരന്തരമായി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ അന്വേഷണത്തിലാണ്. വി ആർ ഇൻ എ കോൺസ്റ്റന്റ് സെർച്ച് ഫോർ മീനിങ്. അർത്ഥം അന്വേഷിച്ചുള്ള യാത്രക്കാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ നമ്മുടെ ഭാഗഭാഗിത്വം വളരെ പ്രധാനമാണ്. സെന്റ് അഗസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ഞാൻ നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയുമില്ല. നിന്നെ കൂടാതെയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, പക്ഷെ നിന്നെ കൂടാതെ ഞാൻ നിന്നെ രക്ഷിക്കുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നാം ജനിക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. അവർ ലൈഫ് ഈസ് പ്യുവർലി ഗോഡ്സ് ഗിഫ്റ്റ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മൾ ആരും ജനിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഓർക്കുക, ഈ സൃഷ്ടിച്ചവനായ ദൈവം, ഗോഡ് നെവർ മേക്സ് മിസ്റ്റേക്ക്, ബിക്കോസ് ഗോഡ് ഈസ് ഇൻഫിനിറ്റ് വിസ്ഡം. അനന്തജ്ഞാനിയായ ദൈവത്തിന് അപകടം പിണയുക അസാധ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളെല്ലാവരും, വി ആർ ഓൾ ബാഡ്ലി ഇൻ നീഡ് ഓഫ്. നമ്മളെല്ലാവരും ദൈവത്തിന് അത്യാവശ്യമുള്ള ആളുകളാണ്. നമ്മളാരും അപകടങ്ങളല്ല. നൺ ഓഫ് us ആർ ആക്സിഡൻസ്, but very specially designed by the designer for a very special purpose, to fulfill his mission and make our life more fulfilled. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും നീങ്ങുന്നതിന്, ദൈവത്തിൻ്റെ ഇഷ്ടം ലോകത്തിൽ നിർവടിയായി നിർവഹിക്കുന്നതിനുമായിട്ട് ദൈവം നമുക്ക് ഈ ആയുസ് നൽകിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അനുവാദം കൂടാതെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെങ്കിലും, ആ ജനനത്തിൽ എനിക്ക് പങ്കില്ല എങ്കിലും, ഞാൻ എങ്ങനെ മരിക്കണം എന്നുള്ളത് ഞാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. എങ്ങനെ മരിക്കണം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കലാപരമായി മരിക്കുന്നതിനെക്കുറിച്ചുള്ള, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയല്ല പറയുന്നത്. എന്തു പറയിച്ച് മരിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മളാണ്. ജസ്റ്റിസ് കൃഷ്ണർ അയ്യർ ഈയിടെ മരിച്ചപ്പോൾ പത്രത്തിൻ്റെ ചില പത്രങ്ങളുടെ ക്യാപ്ഷൻസിൽ ഒന്നിതാണ്, നീതിയുടെ സൂര്യൻ അസ്തമിച്ചു. മദർ തെരേസ മരിച്ചപ്പോൾ പത്രക്കാരെഴുതി, അമ്മ മരിച്ചു, ലോകം കരഞ്ഞു. നമ്മൾ മരിക്കുമ്പോൾ എന്തു പറയിച്ചു മരിക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയത്വം, അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ ദൈവം നമുക്ക് തന്ന ആയുസ്സിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇതിനെ ഒരുപക്ഷെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മളോട് വേറിട്ട വഴികളെക്കുറിച്ച് പറഞ്ഞേക്കാം. കാരണം അത് വളരെ ശരിയാണ്. നമ്മളെല്ലാവരും ഒരു പ്രത്യേകമായ സാമൂഹ്യ പശ്ചാത്തലത്തിൽ, ഇടങ്ങളിലാണ് പാർക്കുന്നത്.
ആ പരിസരങ്ങൾക്ക് നമ്മുടെ മേൽ അതിശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ആ സ്വാധീനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഈ സ്വരൂപത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്ക് നീങ്ങുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ദൈവികമായ ശക്തിയാണ്. അതുകൊണ്ട് എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ ശവസംസ്കാര സമയത്താണ് കൂടുതൽ പാടുന്നതെങ്കിലും വളരെ ശ്രദ്ധേയമായ പാട്ടുകളിലൊന്നാണ് രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നു. എവിടെ ഉറങ്ങുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എവിടെ ഉണരും എന്നുള്ളത് നിശ്ചയിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉറങ്ങുന്നവന് ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രമേ ഉണരാനൊക്കുള്ളൂ. ഒരുത്തൻ തെറ്റായ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, ഒരു മദ്യഷാപ്പിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ദോഷശക്തികളുള്ള സ്ഥലത്താണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, മറ്റാരും അവനെ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അവൻ ഉണരുന്നതും അവിടെയാണ്. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, എവിടെ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കട്ടിലേക്ക് കിടന്നുറങ്ങുന്നു എന്ന് മാത്രമല്ലല്ലോ. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു ഉറക്കത്തിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞ് അമ്മയുടെ മാറിടത്തിൽ ഉറങ്ങുന്നത് പോലെ ശാന്തമായി തൻ്റെ കണ്ണുകൾ അടച്ചു. ഇത് കണ്ടു നിന്ന ആളുകളിൽ ചില സുവിശേഷകർ എഴുതിയിട്ടുണ്ട്, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ മകൻ തന്നെയാണ്. നമ്മളുടെ മരണങ്ങളാണ് നമ്മൾ ആരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ പ്രധാന കാര്യം. അതുകൊണ്ട് ഈ ജീവിതം ബോധപൂർവമായ യാത്രയാണ് എന്ന് പറയുവാൻ ആണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബോധപൂർവമായ ഒരു അന്വേഷണം നടത്തി തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തിരുത്തി കുറിച്ച നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സക്കായി. സക്കായിയുടെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിക്കുന്ന പ്രവേശനത്തെക്കുറിച്ച് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വൈകല്യം എന്താണ്? ലൂക്കോസ് അതിസമർത്ഥനായ എഴുത്തുകാരനാണ്. ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് കഥാപാത്രങ്ങളെ അനശ്വരമാക്കാനായിട്ടുള്ള അജയ്യമായിട്ടുള്ള എഴുത്തിൻ്റെ ശക്തിയുള്ളയാളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ഒരു കുരുടനെ സൗഖ്യമാക്കുന്നതാണ് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ഒരു വൈകല്യമാണ്. വൈകല്യങ്ങളുടെ മാതാവ് എന്നാണ് ഈ കാഴ്ചയില്ലായ്മയെ, അന്ധതയെ പറയുന്നത്. 19-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്ന സക്കായി ഒരു കുള്ളനായ ആളാണ്, ഉയരം കുറഞ്ഞ ആളാണ്. അതും ഒരു ശാരീരിക വൈകല്യമാണ്. എന്നാൽ ഏറ്റവും വലിയ വൈകല്യം ശാരീരിക വൈകല്യം അല്ല എന്ന് നമ്മെ കൃത്യമായി വരച്ചു കാട്ടുന്നതിലാണ് ലൂക്കോസിൻ്റെ ഈ മഹത്വം നമ്മൾ കാണുന്നത്. എന്നാൽ നമുക്കറിയാം, ശാരീരിക വൈകല്യം ആത്യന്തികമായി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രശ്നമല്ല. എന്നാൽ അത് പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞുമില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച അത്ഭുത പ്രതിഭാസമാണ് ഹെലൻ കെല്ലർ. ഡഫ്, ഡം, അതോടൊപ്പം തന്നെ ബ്ലൈൻഡ്. ജീവിതത്തിൽ യാതൊന്നും ചെയ്യാൻ കൊള്ളാത്ത ഒരു മാംസപ്പൊതി എന്ന് മാത്രം പറയാവുന്ന ഒരു ജീവിതമാണ് ഹെലൻ കെല്ലറെങ്കിൽ, അതേ ആ മഹതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ നൂറ്റാണ്ട് കണ്ട അത്ഭുത പ്രതിഭാസമാണ്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ലോകത്തിന് പുതിയ കാഴ്ച നൽകിയ ആളാണ്. എന്തിനങ്ങ് ദൂരെ ഹെലൻ കെല്ലറിലേക്ക് പോകുന്നു? ഇങ്ങ് മടങ്ങി വരിക പത്തനാപുരത്ത് ആശാ നികേതനിൽ. സജയ് കുമാർ 2 കൈകളുമില്ലാത്ത ആളാണ്. അവൻ തൻ്റെ 2 കാലുകൾ കൊണ്ട് പഠിക്കുന്നു, വരയ്ക്കുന്നു, ഫൈനാൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായിക്കിരിക്കും. കഴിഞ്ഞ വൈദികരുടെ വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം സംബന്ധിച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അതിസുന്ദരമായിട്ടുള്ള ഒരു ചിത്രം വരച്ച് അവിടെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് കൈ ഇല്ലാത്തത് നല്ല കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ കൈ ഉള്ളത് വലിയ കാര്യമായിട്ട് ധരിക്കരുണ്ട എന്നുള്ള ഒരു സൂചന ഇവിടെയുണ്ട്. അതുകൊണ്ട് മനുഷ്യന് ആത്യന്തികമായി ഒരേ ഒരു വൈകല്യമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഈ വൈകല്യം
തൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമായ ദൈവത്തെ അറിയാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം അവന് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈകല്യം. ഞാനൊന്നുകൂടെ ആവർത്തിച്ചു കൊള്ളട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം നമ്മുടെ ശരീരത്തിൻ്റെ വൈകല്യമല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനവും നമ്മുടെ ആയുസ്സിന് അർത്ഥം നൽകുന്നതുമായ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവത്തെ അറിയാനും തിരിച്ചറിയാനും അവൻ്റെ സ്നേഹത്തിൻ്റെ പരിലാളനയേറ്റ് വളരാനൊക്കാത്തതുമാണ് ഏറ്റവും വലിയ വൈകല്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മളിൽ എല്ലാവരിലും ഈ ഒരു വൈകല്യത്തിൻ്റെ സ്ഥിതി എന്താണ്? വൈകല്യമുള്ളവരാണോ എന്ന് വിനയത്തോടുകൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് സിൻ ഈസ് സിംപ്ലി ദ ഡിനയൽ ഓഫ് ഗോഡ്സ് ലവ്. സ്നേഹം നിഷേധിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. സ്നേഹം എന്താണ്? സ്നേഹമാണ് ദൈവം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവത്തെ അറിയാനും തിരിച്ചറിയുവാനും കഴിയുമ്പോൾ നമ്മൾ വൈകല്യത്തിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലേ? ചില ആളുകൾ മറിച്ചൊരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം. ഈ ലോകത്തിൽ നല്ലവരായി ജീവിക്കുന്നതിനും മെച്ചമായി ജീവിക്കുന്നതിനും നീതിബോധമുള്ളവരായിരിക്കുന്നതിനുമൊക്കെ ദൈവം വേണോ? വലിയ വിശ്വാസ സംഹിതകൾ വേണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ നമ്മൾ അല്പം കൂടി ഗൗരവമായി കാര്യത്തെ കാണണം എന്നാണ് തോന്നുന്നത്. യേശുവിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, നല്ല ഗുരു. ഉടനെ യേശു അവനോട് പറഞ്ഞു, നല്ലവനെന്ന് നീ എന്നെ വിളിക്കുന്നുവോ? വിളിക്കരുത്. നല്ലവൻ ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. എല്ലാ നന്മയുടെയും അടിസ്ഥാനം ദൈവമായതുകൊണ്ട് ആ അടിസ്ഥാന നന്മയായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് നന്മയെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കുകയുള്ളൂ. സൃഷ്ടിയുടെ ആദ്യത്തിൽ ദൈവം പറയുന്നുണ്ട്, നിനക്കെല്ലാം കഴിക്കാം, ഭക്ഷിക്കാം. എന്നാൽ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്നാൻ അനുവാദമില്ല. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിൻ്റെ അർത്ഥം വലിയതിരുമേനി എത്രയോ നാളുകൾ ആവർത്തിച്ച് നമുക്ക് കാണാതറിയാവുന്നതാണ്. നടുവിൽ നിൽക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളിൽ പ്രധാന അർത്ഥം ഇതാണ്: ലെറ്റ് ഗോഡ് ബി ദ സെൻറ്റർ, ലെറ്റ് ഗോഡ് ബി ദ പ്രൈമോഡിയൽ പോൾ ഇൻ യുവർ ലൈഫ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഋതം എല്ലാം നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ച നമുക്ക് സാധിക്കുന്നു. ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം പരീക്ഷിക്കപ്പെട്ട് തിന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഒരിക്കലും പറഞ്ഞില്ല, God never said you cease to exist, but God said you cease to live. നീ ഇല്ലാതായി പോകുമെന്ന് ദൈവം പറഞ്ഞില്ല. നിനക്ക് നിലനിൽക്കാം, നിനക്ക് ഈ കോലത്തിൽ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങാം, എന്നാൽ നിനക്ക് ഇനിയും ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അതുകൊണ്ട് ജീവിക്കാൻ നമ്മളെ അസാധ്യമാക്കുന്നതാണല്ലോ മരണം. ഡെത്ത് ഈസ് ദി ആബ്സെൻസ് ഓഫ് ബീയിങ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഇല്ലായ്മയാണ് മരണം. അതെല്ലാം നമ്മൾ പൂർണ്ണമായി സ്വീകരിക്കണമെന്നില്ല. ഒരു വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ ഹോൾ ഇഷ്യൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാമോ എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ചിത്രം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ക്വയറ്റ് ഇംപോസിബിൾ. ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യന് ഈ ലോകത്ത് മറ്റ് മൃഗങ്ങളെ പോലെ ആയുസ് തീർക്കാനായിട്ട്, മിയർലി എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് മനസ്സിലാകാൻ വലിയ പഠനങ്ങൾ ആവശ്യമില്ല. ഓർഫൻസ്, അനാഥരായിട്ടുള്ള ആളുകൾ, അവർക്ക് അപ്പനും അമ്മയും ഇല്ലാത്തവരാണ്. നമ്മുടെ സഭയിൽ ഇതിൻ്റെ ഒരുപാട് ആളുകൾ നമ്മുടെ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. ബോയ്സ് ഹോം അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തി സമർത്ഥരാക്കുക പ്രസ്ഥാനമാണ്. ഒരു ഭവനത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹ പരിലാളനങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കുഞ്ഞും ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്ന കുഞ്ഞും ഒരുപോലെയാണെന്ന് ബോധമുള്ള ആരും പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെതായ പരിമിതികളുണ്ട്. ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ടി വിയിലൊക്കെ ആവർത്തിച്ചപ്പോൾ വരുന്നതാണ്. അതൊരു കുടുംബ ചിത്രമാണ്. ആ സിനിമയിൽ അപ്പൻ കൊല്ലപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ചെറുപ്പക്കാരിയായ അമ്മ
ക്യാൻസർ ബാധിതയായി. 3 മക്കളാണുള്ളത്. അപ്പനും നഷ്ടപ്പെട്ടു. അവർ സ്നേഹിച്ച് കെട്ടിയത് കൊണ്ട് വീട്ടുകാരില്ല, നാട്ടുകാരില്ല സഹായത്തിന്. അപ്പോൾ അവരുടെ മരണം ഒരു യാഥാർത്ഥ്യമായി മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൾ വികാരിയച്ഛനോട് പറഞ്ഞോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? അതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ ജീവിതത്തിന് മുമ്പോട്ട് വളരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. പള്ളിയിലെ കൊച്ചച്ഛൻ ഇതിൽ കൂടുതൽ താല്പര്യമെടുത്തു, അന്വേഷണം നടത്തി. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഈ അമ്മയോട് പറഞ്ഞു, ഇന്ന ഒരു അനാഥാലയമുണ്ട്, അത് വളരെ മെച്ചമായി നടത്തുന്നതാണ്, കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പരിലാളനങ്ങളും നൽകും, സഭയുടെ വകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ ആക്കാം എന്ന് കൊച്ചച്ഛൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ചോ, ഞാൻ മരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ആകണം. എങ്കിലും ഒരു അനാഥാലയത്തിലായാൽ അനാഥാലയത്തിൽ നാഥനില്ലല്ലോ അച്ചോ, അവിടെ നാഥനില്ല, അവിടെ സനാഥനായി വളരുവാൻ അവന് കഴിയുകയില്ല, അവർ നാഥനില്ലാത്തവരായി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ആത്മീയ അനാഥത്വം ഇന്ന് സംഭവിക്കുന്നുണ്ട്, ഒരു സ്പിരിച്വൽ ഓർഫൻഹുഡ്. അത് ദൈവത്തെ നഷ്ടമാകുന്നതിലൂടെയാണ്. പിതാവിനെ സ്വീകരിക്കാത്തത് കൊണ്ടോ ബോധപൂർവം അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കാത്തത് കൊണ്ടോ ആകാം. ദൈവത്തെ കൂടാതെ നമുക്ക് സമൃദ്ധരായേക്കാം, നമ്മൾക്ക് ധനികരായേക്കാം, നമ്മൾ മിടുമിടുക്കന്മാരായേക്കാം. എന്നാൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതിന് ദൈവത്തോട് ചേർന്ന് നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യം ഈ മനുഷ്യത്വത്തിൻ്റെ ആത്മീക സൗന്ദര്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഈ സൗന്ദര്യം നമ്മുടെ മുഖത്ത് കാണുന്ന ഒരു കേവല സൗന്ദര്യം മാത്രമല്ല. മദർ തെരേസയുടെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ നോക്കി നിൽക്കാൻ കൊള്ളാവുന്ന ഒരു മുഖമല്ല. നമ്മുടെ കോളേജ് പെൺകുട്ടികളുടെ കോളേജിൻ്റെ മുമ്പിൽ അവിടെ നിന്നാൽ അവിടെ പരേഡ് കാണാം, നല്ല മുഖശാന്തിയുള്ള ശോഭയുള്ള കുട്ടികളെ കാണാം, ഒന്നുകൂടെ നോക്കണമെന്ന് തോന്നാം. എന്നാൽ മദർ തെരേസയുടെ മുഖത്തെ സൗന്ദര്യം നോക്കാനാണെങ്കിൽ ആരും ഒന്നുകൂടെ നോക്കുകയില്ല, ചുക്കിച്ചുളിഞ്ഞ മുഖമാണ് അവരുടെ. പക്ഷേ ഈ ലോകത്തിൻ്റെ സകല സൗന്ദര്യ റാണിമാരും മിസ് വേൾഡും വന്ന് അവർ മുട്ടുമടക്കി നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നത് ഈ അമ്മയുടെ മുഖത്തായിരുന്നു. അപ്പോൾ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഈ മുഖത്ത് കാണുന്നതായ കോസ്മെറ്റിക് ബ്യൂട്ടി അല്ലല്ലോ. ബ്യൂട്ടി ഈസ് നോട്ട് ജസ്റ്റ് ബിക്കമിങ് മിസ് വേൾഡ്, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ മിസ്ഡ് വേൾഡ്. ഇത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു മനുഷ്യ ജീവിതത്തിൽ മാത്രം ദൈവത്തെ നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന വൈകൃതം മാത്രമല്ലല്ലോ. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു ദേശത്ത് നിന്ന് ദൈവാംശം നഷ്ടപ്പെട്ടാൽ ആ ദേശം വൈകൃതമാകും. സോദോം ഗോമോറയുടെ കഥ സംഭവം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവര് ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അവര് ഒരു ഭോഗ സംസ്കാരത്തിലേക്ക് മാറുകയാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ അത് തൃഷ്ണയുടെ ഒരു കൂടുവെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കെല്ലാം താല്പര്യം എങ്ങനെ ഈ തൃഷ്ണയെ വളരെ മെച്ചമായിട്ട് തൃപ്തിപ്പെടുത്താം എന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുമ്പോൾ അത് മണലാകുന്നു, മരുഭൂമിയായി മാറുന്നു, മണൽക്കാടുകളാകുന്നു, അവിടെ ജീവന്റെ അംശമില്ല, അത് ഭയാനകമായ സ്ഥലമായിട്ട് മാറും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കേണ്ടുന്നവൻ മറ്റുള്ളവർക്ക് ശാപമായിട്ട് മാറിപ്പോവുകയാണ്. അനുഗ്രഹമാകേണ്ടുന്നവൻ അന്ധകനായി മാറുകയാണ്. എല്ലാ പരീക്ഷകളുടെയും കൂടായിട്ട് അവിടെ തീരുകയാണ്. ഇവിടെ നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുന്നതിലൂടെ തൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നു, തനിക്ക് ദൈവം നൽകിയ മുഖച്ഛായ നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ദുഃഖമുള്ളവരാണ്, നമുക്ക് ബോധമുള്ളവരാണ്. എന്നാൽ മനുഷ്യൻ ഒരിക്കലും ആകരുത് എന്ന ആഗ്രഹമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സാത്താനാണ്. ഒരു കാരണവശാലും നമ്മൾ ദൈവത്തിൻ്റെ മുഖച്ഛായയിൽ വളരാൻ വളരരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, താല്പര്യപ്പെടുന്നത് ഈ സാത്താനാണ്. ആ സാത്താൻ്റെ ഏറ്റവും രൂക്ഷമായ മുഖമാണ് ആധുനിക കമ്പോള സംസ്കാരം എന്ന് നമ്മൾ ഓർത്തിരിക്കുക.
എന്നാൽ ഈ കമ്പോളത്തിൽ മനുഷ്യരില്ല, ഇടപാടുകാർ മാത്രമേ ഉള്ളൂ. കമ്പോളത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് മനുഷ്യനെ പ്രേരിപ്പിച്ചും ലാഭക്കൊതിയിൽ വളരുക എന്നുള്ളതാണ്. അവൻ്റെ കണ്ണെല്ലാം ഇപ്പോഴും ലാഭത്തിന് വേണ്ടി നോക്കുന്നു. മനുഷ്യനെ റെഡ്യൂസ് ചെയ്ത് ഒരു വസ്തുവായി മാറ്റുന്നു, ഒരു കൊമോഡിറ്റി ആയിട്ട് മാറ്റുന്നു. ഇനിയും മനുഷ്യൻ വെറും ചരക്കായിട്ട് തീരുകയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് ആധുനിക സംസ്കാരം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതായ ഭയാനകമായ കാഴ്ചകളെക്കുറിച്ച് എല്ലാ മനുഷ്യരും ബോധ്യമുള്ളവരായി തീരേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനാകുന്നതിന് എതിര് ഒറ്റയാൾക്കേ ഉള്ളൂ, അത് സാത്താനാണ്, പിശാചിനാണെന്ന് പറഞ്ഞു. നമ്മളുടെ പിശാചിനെക്കുറിച്ചുള്ള സങ്കല്പം വളരെ വികലമാണ് എന്നാണ് എൻ്റെ വിചാരം. പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്നു എന്ന്, പരീക്ഷിക്കപ്പെട്ടു എന്ന് മനുഷ്യർ എന്നൊക്കെ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കും എന്നാണ് എൻ്റെ വിചാരം. നമ്മളൊരു കൊച്ചു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ഒരു പിശാചിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ, ഉണ്ടാക്കാനോ പെയിൻറ്റ് ചെയ്യാനോ പറഞ്ഞാൽ, ഒരു കറുത്ത കോമാളിയെ ഉണ്ടാക്കും. കറുപ്പാണ് സാത്താൻ. കൊമ്പ് വെക്കും, വാല് കെട്ടും, തുറിച്ച കണ്ണും തെറിച്ച നാവും. ഇതാണ് നമ്മളെ പരീക്ഷിക്കുന്ന സാത്താൻ്റെ ചിത്രമായിട്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, ഇവിടെ ഇരിക്കുന്ന ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാത്താന്യ രൂപം നിങ്ങളുടെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ടെംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇത് സായിപ്പ് നമ്മളെ കളിപ്പിച്ച ഒരു കാര്യമാണ്. ദൈവം കറുത്തതാണ്, അത് നമുക്കെതിരെയുള്ള ഒരു പ്രശ്നമാണ്. അതിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കുന്നില്ല. നമ്മളെ ഏറ്റവും അധികം ടെംപ്റ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ സൗന്ദര്യമാണ്. ഒരു കോളേജ് കുമാരനെ ടെംപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഏറ്റവും വിരൂപമായ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ? അല്ല, അവിടുത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കുട്ടിയാണ് ടെംപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും സൗന്ദര്യദായകമായ അതാണ് സാത്താൻ എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ അത് നമ്മൾ കാട്ടുന്ന കോമാളിത്തരങ്ങളൊന്നുമല്ല. ഇത് തിരിച്ചറിയുമ്പോഴാണ് കമ്പോളത്തിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണാതിരിക്കാനുള്ള കാഴ്ചശക്തിയാണ് ഈ ആധുനിക കമ്പോള സംസ്കാരം നമ്മളിൽ നിന്ന് ആദ്യമായി എടുത്തു കളയുന്നതെന്ന് മറന്നു പോകരുത്. നിങ്ങൾ പാഴ്സി ജനതയെക്കുറിച്ച് അറിയാം. പാഴ്സികളുടെ ശവദാഹം നടക്കുന്നത്, അവിടെ ഫ്യൂണറൽ നടക്കുന്നത്, അവരെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള ഈ മൃതശരീരം ഒരു തട്ടിൽ വെക്കും. അവിടെ കഴുകന്മാർ വന്ന് ആ ശരീരം കുത്തിത്തിന്നും. അതാണ് അവിടെ ക്രമം, അവരുടെ ആചാരം. അങ്ങനെ കഴുകൻ വരുമ്പോൾ പറയപ്പെടുന്നു, ആദ്യം കൊത്തിയെടുക്കുന്നത് ഈ മൃതശരീരത്തിൻ്റെ കണ്ണാണ്. നമുക്കറിയാം, നമ്മുടെ കണ്ണാണ് നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും ഒക്കെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ മേൽ പണിഞ്ഞാൽ നമ്മൾ വിരൂപ കാഴ്ചകൾ നല്ല സുന്ദര കാഴ്ചകളായിട്ട് മറിഞ്ഞു വന്നേക്കാം. അതുകൊണ്ട് ഇന്ന് സമൂഹം ഈ കമ്പോളം നമ്മുടെ മുമ്പിൽ വരയ്ക്കുന്നത് ഇങ്ങനെയുള്ളതാണ്. നിങ്ങൾ നോക്കുക, സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തിൽ സാത്താൻ ചെയ്തത് ഇവരുടെ കണ്ണിന്മേലാണുള്ളത്. കണ്ണുകൾക്ക് കാണാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതും. ടേസ്റ്റാണ് ഒന്ന്, കാണാൻ നല്ലതാണ്. ഗുഡ് ടു സീ, ടേസ്റ്റ് ആൻഡ് സീ, ഇതാണ് നല്ലത്. അവൻ്റെ കണ്ണിൻ്റെ മേലുള്ള പ്രയോഗമാണ്. അവനെ അന്ധനാക്കുകയാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നപ്പോൾ തൻ്റെ അത്ഭുത പ്രവർത്തികളിൽ ഏറിയ പങ്കും അവൻ ചെയ്തത് കുരുടന് കാഴ്ച കൊടുത്തു എന്നുള്ളതാണ്. ലോകവും അതിൻ്റെ മോഹവും കമ്പോളവും അതിൻ്റെ നിയോഗങ്ങളും മനുഷ്യനെ കുരുടരാക്കുമ്പോൾ സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത് അന്ധമായ ലോകത്തിന് കാഴ്ച നൽകാനാണ് എന്ന് മാത്രമല്ല, ഒരു അന്ധനെ സൗഖ്യമാക്കുന്ന സ്ഥലത്ത് യേശു അവനെ ചേറ് പൂശി സൗഖ്യമാക്കിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കാണാമോ? അവൻ പറഞ്ഞു, എനിക്ക് കാണാം. നീ എന്ത് കാണുന്നു? മനുഷ്യരെ കാണുന്നു. എങ്ങനെ കാണുന്നു? മരം പോലെ കാണുന്നു. മനുഷ്യനെ വസ്തുവായി, ഉപഭോഗ വസ്തുവായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു വീണ്ടും അവൻ്റെ കണ്ണിനെ തൊട്ടു. അവൻ്റെ കണ്ണിനെ തൊട്ടിട്ട് അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ കാണുന്നു. എങ്ങനെ കാണുന്നു? മനുഷ്യനെ മനുഷ്യനായി കാണും. ആത്മീയതയുടെ അന്തസാര സത്ത മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് we need a divine touch.
ആധ്യാത്മികതയിലൂടെ മാത്രമേ, ദൈവസ്പർശനത്തിലൂടെ മാത്രമേ മനുഷ്യനെ കാണാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഒരുപാട് ആളുകൾ മനുഷ്യനെ വേട്ടമൃഗങ്ങളായി കാണുകയാണ്. ഇന്ന് ഒരുപാട് ആളുകൾ മനുഷ്യനെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള ലോകത്തിൽ കാഴ്ച കിട്ടിയവൻ്റെ ലക്ഷണം എന്താണ്? അവൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു. പുതിയ നിയമം അവസാനിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു എന്ന് മാത്രമല്ല, മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കാണുകയും അവരെ ദൈവമായി കാണുകയും ചെയ്യാം. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, നമുക്ക് ഈ കൺവെൻഷനിലൂടെ സാധിക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യങ്ങൾ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അത് കൃത്യമായി പറയുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ലേപനം വാങ്ങി നിങ്ങളുടെ കണ്ണിലെഴുതി നിങ്ങൾ കാഴ്ചശക്തിയുള്ളവരായി, മനുഷ്യരെ മരമായിട്ടല്ല, മനുഷ്യരെ മൃഗങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരല്ല, മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരല്ല, മനുഷ്യരെ ദൈവമായി കാണുന്ന ഉദാത്തമായ ആത്മീയതയുടെ അനന്ത തലത്തിലേക്ക് ഉണരാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇന്നലെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ നമ്മൾ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുകയും ഈ ലോകത്തെ കൂടുതൽ മരുഭൂമിയാക്കുകയും ചെയ്യുകയാണ്. ഈ ലോകം മരുഭൂമിയാകുന്നത് എങ്ങനെ? മനുഷ്യൻ്റെ മനസ്സ് മരുഭൂമിയാകുന്നതിൻ്റെ തുടർക്കഥ മാത്രമാണ് ഈ ദേശത്തിൻ്റെ മരുഭൂമി അല്ലെങ്കിൽ വരൾച്ച എന്ന് പറയുന്നത് നമ്മൾ കണ്ടേ മതിയാകുകയുള്ളൂ. ആൽഡസ് എക്സിലി ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ സുന്ദരമായ ഒരു ഇൻസിഡൻ്റ് ഇങ്ങനെ വിവരിക്കുകയാണ്. രണ്ട് ആളുകൾ തമ്മിലുള്ള സംസാരമാണ് അവിടെ പറയുന്നത്. അത് ഒരു വനവാസിയായ ഒരു മുനിവര്യൻ സന്യാസി, മറ്റത് ആധുനിക ഈ ലോകത്തിൻ്റെ ഒരു ടെക്നോക്രാറ്റ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു സമർത്ഥനായ പ്രോഡക്റ്റ്. ഈ വനവാസിയായ സന്യാസി ഈ ടെക്നോക്രാറ്റിനോട് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുമ്പോൾ, തനിയെ ഇരിക്കുമ്പോൾ ഈശ്വരനെക്കുറിച്ച് ഓർക്കുക സ്വാഭാവികമാണ്. എന്ന് മാത്രമല്ല, രാത്രികാലങ്ങളിൽ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഓർക്കാത്തവർ ആരുമില്ലല്ലോ, ദൈവത്തെ ഓർക്കും. അതിനെ ഈ ആധുനിക ലോകത്തിൻ്റെ പ്രതിനിധിയായ മനുഷ്യൻ പറഞ്ഞു, അതിന് ഇന്ന് മനുഷ്യൻ ഏകരായിരിക്കുന്നില്ലല്ലോ. ഏകരായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഏകരായിരിക്കുവാൻ ഞങ്ങൾ അവരെ അനുവദിക്കുകയില്ല. ഇതാ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. ഈ ലോകം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഈ കാണാത്ത ചരടുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാഴ്ച നമുക്കുണ്ടായേ ഒക്കത്തുള്ളൂ. ഇവിടെ പറയുന്നു, ആധുനിക കമ്പോള സംസ്കാരം, ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഒരുപാട് നമ്മൾ പറയുമ്പോൾ അതിനകത്തെ കാണാത്ത കാര്യങ്ങളിൽ ഒന്നാണ് അത് നമ്മളുടെ കണ്ണിനെ കുരുടാക്കുകയും കാണേണ്ട കാര്യങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടാകാം. അതുകൊണ്ട് ഏറ്റവും ഭയാനകമായ മരണകരമായ കാഴ്ച എന്താണ്? ദൈവം നഷ്ടപ്പെടുന്നതിൽ ആധുനിക സമൂഹം വ്യാകുലപ്പെടുന്നില്ല എന്നുള്ളതാണ്. ദൈവം നഷ്ടപ്പെടുന്നതിൽ നമ്മളാരും വ്യാകുലപ്പെടുന്നില്ല. ഈ വ്യാകുലപ്പെടാത്തത് നമുക്ക് ദൈവം നഷ്ടബോധത്തെക്കുറിച്ചുള്ള വിവേകമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദൈവം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ വണ്ണം ആധുനിക സമൂഹം, ആധുനിക സംസ്കാരവും നമ്മുടെ കണ്ണ് കുരുടാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ദൈവനിഷേധികളല്ലല്ലോ. നമ്മളെല്ലാവരും ദൈവബോധമുള്ളവരും ദൈവഭയമുള്ളവരുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അസാന്നിധ്യം നമ്മളെ ഭയപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്തേക്കാം. ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാവുകയും ചെയ്യും. എന്നാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് ധരിക്കുന്ന വിധത്തിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നു എന്നുള്ളത് അപകടകരമായ ഒരു കാഴ്ചയാണ്. ഞാനൊരു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വെറുതെ എൻ്റെ കൂടെ ഒന്ന് ആലോചിക്കുക. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ വെറുതെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, അവൾ ജ്യേഷ്ഠ വകുപ്പിൻ്റെ പരീക്ഷയ്ക്ക് പോയില്ല. വികാരിയച്ഛൻ എല്ലാവരും എഴുതുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന വളരെ ക്രാന്തദർശിയായ അച്ഛനായതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് മകൾ ജ്യേഷ്ഠ വകുപ്പിൻ്റെ പരീക്ഷ എഴുതാൻ? അപ്പോൾ സമൃദ്ധിയായ അമ്മ പറഞ്ഞു, അതച്ചോ, ഇങ്ങനെ പരീക്ഷകളൊന്നും പാടില്ല, കോമ്പറ്റീഷൻ അരുത്, ഇത് സ്നേഹത്തിൻ്റെ വിഷയമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾക്കെല്ലാം അറിയാം യേശുവിൻ്റെ അമ്മയാരാണ്, മറിയയുടെ മകനാരാണ്, ഇതെല്ലാം അവൾക്കറിയാം. അതുകൊണ്ട് പരീക്ഷ ആവശ്യമില്ല. അതൊന്നും തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പരീക്ഷ പ്രോത്സാഹിപ്പിക്കരുത്. അമ്മയുടെ ബ്ലഡ് പ്രഷറിന് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഇതേ അമ്മ തന്നെ +2 മാത്സിൻ്റെ തലേന്ന് കൊച്ചിന് തലവേദന വന്നാൽ ബ്ലഡ് പ്രഷർ കൂടുന്നു,
ഡിപ്രഷൻ കൂടുന്നു. അതുകൊണ്ട് പരീക്ഷയുടെ തലേന്ന് കൊച്ചിന് പനി വന്നാൽ, അസുഖം വന്നാൽ യാതൊരു വികാരമില്ലാത്തവരായി തീരണമെന്ന് പറഞ്ഞില്ല. മറിച്ച് സയൻസിൻ്റെ തലേന്ന്, പരീക്ഷയുടെ തലേന്ന് യാതൊരു ഭയങ്കരമായ പ്രഷർ വ്യത്യാസവും, ജ്യേഷ്ഠവകുപ്പിൻ്റെ തലേന്ന് യാതൊരു വികാരവായ്പും ഇല്ല എന്ന് പറഞ്ഞാൽ മരണകരമായ ഒരു സംസ്കാരം വളരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മുടെ ആത്മീയതയെ അങ്ങനെ നമ്മൾ മലീമസമാക്കി കളഞ്ഞു. ഇതൊന്നും അങ്ങനെ ഇത് ശരിയാണ്, പരീക്ഷ പാടില്ല, അത് ശരിയാണ്. ഇത് നമുക്ക് തിരുത്തി എഴുതി മാറ്റിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മനുഷ്യന് ഈ ഒരു രീതിയിൽ, കത്തോലിക്ക സഭയുടെ ചില പള്ളികളുടെ പേര് വ്യാകുല മാതാവ് പള്ളി എന്നാണ്. വ്യാകുല മാതാവ്, ഈ സമൂഹത്തെ കണ്ട് വ്യാകുലപ്പെടുന്ന അമ്മ, ഈ സമൂഹത്തെ കണ്ട് കണ്ണു നിറയുന്നതായ ഈ അമ്മ, അങ്ങനെയുള്ള ഈ നമ്മുടെ കണ്ണുനീരിൻ്റെ ഗ്രന്ഥികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ വന്ധ്യം നിന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ ആവശ്യം, ഒരു ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവർത്തിച്ച് പറയേണ്ടുന്നതായ കാര്യം, ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം വിഭവമല്ല, വിശപ്പാണ് നമുക്ക് ആവശ്യം. എന്തിനു വേണ്ടിയുള്ള വിശപ്പ്? ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ഇന്ന് വിഭവങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും വിശക്കുന്നവരാണ്, വളരെ ഗ്രീഡിയാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമുക്ക് ആത്യന്തികമായിട്ടുള്ള വിശപ്പ് ഈ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. തൻ്റെ ആയുസ്സിലൂടെ നേടിയതെല്ലാം സമ്പന്നനായ സക്കായി ഇപ്പോൾ തിരിച്ചറിയുന്നു. എൻ്റെ കാഴ്ച അത് കുരുടാക്കി, എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥശൂന്യത കാണുന്നു. ഭാസ്കരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദർ ഈസ് എ ഗോഡ് ഷേപ്ഡ് വാക്യൂം ഇൻ മൈ ലൈഫ്. എൻ്റെ ഈ ജീവിതത്തിൽ ഒരു ദൈവ രൂപത്തിലുള്ള ശൂന്യത വന്നിരിക്കുന്നു. ആ ശൂന്യത എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നു എന്ന് ഞാൻ കണ്ടെത്തുന്നു. അതുകൊണ്ട് എനിക്കൊരു തിരിച്ചുവരവ് ആവശ്യമാണ്, എനിക്കൊരു അന്വേഷണം ആവശ്യമാണ്. ഈ വലിയ ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ വ്യാകുലതയാണ് സക്കായിയെ വളരെ വേഗത്തിൽ ഈ ജനസമൂഹത്തിൻ്റെ മുമ്പിലൂടെ ഓടി ഒരു പരിഹാസപാത്രമായി ഒരു മരത്തിൽ കയറി യേശുവിനെ കാണാനായിട്ട് അവൻ പരിശ്രമിക്കുന്നത്. യേശുവിൻ്റെ ഈ യാത്ര ഒരു കാരണവശാലും നഷ്ടപ്പെടരുതവന്. യേശുവിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടരുതെന്നുള്ള തികഞ്ഞ ബോധ്യമാണ് ഈ സക്കായിയെ ഇപ്രകാരം ഓടുവാനായിട്ട് ഇടയാക്കുന്നത്. അങ്ങനെ സക്കായി ഈ മരത്തിൽ ബന്ധപ്പെട്ട് കയറുകയാണ്, ബന്ധപ്പെട്ട് ഇറങ്ങി എന്നും നമ്മൾ കാണുകയാണ്. അങ്ങനെ യേശു അവനോട് അടുത്ത് ചെന്നപ്പോൾ അവനെ വിളിച്ചിറക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. കൂടെ പാർക്കുക. കൂടെ പാർക്കുക എന്ന് പറഞ്ഞാൽ അകലം അവസാനിക്കുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. സക്കായിയും യേശുവും തമ്മിലുള്ള അകലം വളരെ വലിയതായിരുന്നു. ഈ അകലം അവനിലുണ്ടാക്കിയ അപകടകരമായൊരു സ്ഥിതിയുണ്ട്. അതവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അപജയവും ജീവിതത്തിൻ്റെ ഫലശൂന്യതയും ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയാണ്. ഒരുപാട് സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുന്നവൻ ജീവിതത്തിന് ഒരു മീനിങ്ലെസ്നെസ്, അർത്ഥശൂന്യത കണ്ടെത്തുകയാണ്. അവൻ കണ്ടു ഒരുപാട് ധനവുമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ എപ്പോഴും ആളുകളുണ്ട്, കൂട്ടമുണ്ട്. എന്നാൽ ഒരിക്കലും അവനൊരു കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. ആൾക്കൂട്ടമുണ്ട്, അവൻ്റെ കൂടെ കൂടാൻ കൂട്ടിനൊരാളും ഉണ്ടായില്ല. നാട്ടുകാരുണ്ട്, കൂട്ടുകാരാരുമില്ല. വട്ടമുണ്ട്, ഒരിക്കലും അവൻ വെളിച്ചത്തിലല്ല ജീവിക്കുന്നത്. ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ തീയുണ്ട് പക്ഷെ വെളിച്ചമില്ല. ഈ തീയ് നശിപ്പിക്കുന്ന, നിഗ്രഹിക്കുന്ന രൂക്ഷമായിട്ടുള്ള തീയാണ്. അവിടെ തീ ഉണ്ടെങ്കിലും വെളിച്ചമില്ലാത്ത സ്ഥിതി. ഈ നരക യാതനയിൽ നിന്ന് അവൻ ഓടി യേശുവിനോട് പറയുകയാണ്, നിന്നെ എനിക്ക് കാണണം. ഈ അമിതമായ ആഗ്രഹമാണ് സക്കായിയെ ഈ മരത്തിൽ കയറ്റുന്നതും സക്കായി യേശുവിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സക്കായിയോട് യേശു പറഞ്ഞു, നീ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, അകലങ്ങളുടെ അഭാവമാണ് രക്ഷ എങ്കിൽ ദൈവവും നമ്മളും തമ്മിലുള്ള അകലത്തെ നിലനിർത്തി മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് നീങ്ങേണ്ട. അങ്ങനെ അവിടെ പ്രവേശിച്ചപ്പോഴാണ് യേശു പറഞ്ഞു, ഇവനും ഈ വലിയ ഡിക്ലറേഷൻ നടത്തുകയാണ്, കർത്താവേ, ഞാൻ അന്യായമായി എൻ്റെ വസ്തുവിൽ പകുതി അന്യായമായി വാങ്ങിയിട്ടുണ്ടതിൻ്റെ 4 മടങ്ങ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അന്യായമായിട്ടൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ
തിരിച്ചു കൊടുക്കേണ്ടുന്നത് മുതൽ അധികം 5-1 കൂടിയാണ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോഷ്ടിച്ചതാണെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കണം. സക്കായിയുടെ കൺഫസ് ചെയ്യുകയാണ്, ഞാൻ അനധികൃതമായി വാങ്ങിച്ചതെല്ലാം മോഷ്ടിച്ചെടുത്തതാണ്. ആ മോഷ്ടിച്ചെടുത്തു എന്നുള്ളതിൻ്റെ അവൻ്റെ വേദന മനസ്സിലാക്കി യേശു അവനോട് പറഞ്ഞു, ഇവനിൽ വലിയ രൂപാന്തരം കണ്ടപ്പോൾ യേശു പറഞ്ഞു, അപ്പോഴാണ് യേശു പറയുന്നത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. ഇനിയും നമ്മൾ ഓർത്തുകൊള്ളുക, അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് രക്ഷയെങ്കിൽ, അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് റബിമാർ പഠിപ്പിക്കുന്നതായ 4 കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് നല്ല കാര്യമാണ്, അത് രക്ഷയുടെ അനുഭവമാണ്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 4 കാര്യങ്ങൾ യഹൂദ റബിമാർ പഠിപ്പിക്കുന്നു. 1, അബ്രഹാം സഹോദരനായ ലോത്തിന് നിരുപാധികം ഭൂമി വിട്ടു നൽകിയതുപോലെ തനിക്ക് അവകാശപ്പെട്ടതുപോലും ദൈവസ്നേഹത്തെ പ്രതി സഹോദരന് വിട്ടു നൽകുമ്പോൾ മാത്രമേ ഒരുവൻ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. നമുക്കന്നറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് വസ്തുവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ പത്രത്തിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ പത്രം എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിട്ടുള്ളത് വസ്തുവുമായി ബന്ധപ്പെട്ടാണ്. സഹോദരനും തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് ഒരു തരി മണ്ണിന് വേണ്ടിയാണ്. എപ്പോഴും ഇവിടുത്തെ നിലനിൽക്കുന്നതായ കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളും ഇങ്ങനെ വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ കത്തോലിക്ക അച്ഛൻ, അദ്ദേഹം കണ്ണൂർ ജയിലിൽ സന്ദർശിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, സുഖമനായ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഫാദർ എന്നെ അറിയുമോ, എന്നെ ഓർക്കുന്നുണ്ടോ? അച്ഛൻ ആകമാനം നോക്കിയൊക്കെ അവനെ മനസ്സിലാകുന്നില്ല. കാരണം അച്ഛൻ ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് നാളായി മാറി താമസിച്ച് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടിലെയാണ്. അച്ഛനുടനെ വീട് ഓർമ്മ വന്നു. അവരുടെ വീടിനടുത്തുള്ളതാണ്. വളരെ ധനികമായ കുടുംബം. അച്ഛൻ പറഞ്ഞു, 26 ഏക്കർ റബ്ബറും തോട്ടം, നല്ല ഈൽഡുള്ള 26 ഏക്കർ റബ്ബറും തോട്ടം. അപ്പൻ ഇവിടെ പാലായിൽ നിന്ന് കുടിയേറി ഈ മലബാറിൽ പോയി വെട്ടിപ്പിടിച്ച് കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. 2 മക്കൾക്കായി 13 ഏക്കർ റബ്ബർ തോട്ടങ്ങൾ വീതിച്ചു കൊടുത്തു. ആ വീതിച്ചു കൊടുത്തതിൻ്റെ ഇടയിൽ വലിയ മതിലുകെട്ടുകളൊന്നുമില്ല. ഒരു റബ്ബർ അനിയൻ്റെ പുരയിടത്തിലാണോ ചേട്ടൻ്റെ പുരയിടത്തിലാണോ എന്നറിയാൻ പാടില്ലാതെ വണ്ണം ഇടയ്ക്ക് നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് തർക്കങ്ങളൊക്കെ പല സമയങ്ങളിലായിട്ടുണ്ട്. ഒരു ദിവസം റബ്ബർ വെട്ടി വന്നപ്പോൾ റബ്ബർ വെട്ടുകാരുടെ കൂടെ ജ്യേഷ്ഠനും അനിയനും ആ റബ്ബറിൻ്റെ മൂട്ടിൽ തന്നെ വന്നു. ഒരു അപജയം പോലെ, ഒരു ദുര്യോഗം പോലെ അതിനെക്കുറിച്ച് സംസാരമായി. റബ്ബർ വെട്ടുന്ന കത്തി കൊണ്ട് 13 ഏക്കർ സ്വന്തമായി അപ്പൻ നൽകിയ ഈ അനിയൻ ജ്യേഷ്ഠനെ റബ്ബർ വെട്ടുന്നത് പോലെ ഒരു മാന്ത്. ആ റബ്ബറിൻ്റെ മൂട്ടിൽ ചോര ഒലിച്ച് ആ ജ്യേഷ്ഠൻ മരിച്ചു. ആ അനിയനാണ് കണ്ണൂർ ജയിലിൽ കിടന്നുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നത്, അച്ഛൻ ഫാദർ എന്നെ അറിയുമോ? 13 ഏക്കർ റബ്ബർ തോട്ടം ഉള്ളപ്പോഴും ഒറ്റ റബ്ബറിന് വേണ്ടി ആയുസ് നഷ്ടമാക്കുന്ന, ആയുസിൻ്റെ നന്മയെല്ലാം ചോർത്തിക്കളയുന്ന വൈകൃതമായ വിരൂപമായ സംസ്കാരം ഇവിടെയുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളിൽ കാണാം. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, ഒരു റബ്ബറിന് വേണ്ടി ആത്മീയതയെ കാറ്റിൽ പറത്തുന്നതായ കുർബാന കൊള്ളുന്ന ഒരു സമൂഹം ഈ നാടിന് ശാപമാണോ അനുഗ്രഹമാണോ? അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ സഹോദരനും സഹോദരിയും അയൽവക്കക്കാരനും മറ്റ് ഭാഷ സംസാരിക്കുന്ന ആളുകളുമായിട്ട് നമ്മളിങ്ങനെ അലോരസപ്പെടുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഉപവാസങ്ങൾക്കുമൊക്കെ എന്തർത്ഥമാണുള്ളതെന്ന് നമ്മൾ വിനയത്തോടുകൂടി നമ്മളോടുകൂടെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള വളരെ കറുത്ത അധ്യായം മാത്രമേ ഈ ലോകത്തിലുള്ളോ? അല്ലല്ലോ. എത്രയോ നല്ല ആളുകൾ, നിങ്ങളിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള നല്ല ആളുകളല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഭാഗം ബോംബെയിലെ നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ദൈവകൃപയാൽ നന്നായി വരുന്നു. അവിടെ ഒരു ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം 20 ആളുകൾ ഒരുമിച്ച് 2 ദിവസം താമസിച്ചിട്ട് അവർ പറഞ്ഞു, അവിടെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിൽ വന്ന് ഒരുമിച്ച് താമസിക്കുന്നത്. അതിനകത്ത് 2 ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശാലിനി MA ലിറ്ററേച്ചറുകാരിയാണ്, പെരുമ്പാവൂരുകാരിയാണ്.
എന്നാൽ അവർ ഈ ഇജഡ വർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഒടുവിൽ അവർ ബോംബെയിൽ വന്ന് പെട്ടതാണ്. അവിടെ കൂടെ പാർക്കുന്നതായ അഞ്ജലി ഒരു ട്രാൻസ്ജെൻഡറാണ്, അങ്ങനെ ജീവിക്കുന്നയാളാണ്, ഹിജഡ. ശാലിനി ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. കുറേ നാളുകൾ അവർ സന്തോഷമായി കഴിഞ്ഞപ്പോൾ ശാലിനി അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് താമസിക്കുകയാണ്, പക്ഷേ ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്, അതറിഞ്ഞുകൊണ്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു കുഞ്ഞ് പിറക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ താഴ്മയോടും സ്നേഹത്തോടും കൂടിയ റിക്വസ്റ്റാണ്, നീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങളോടുകൂടെ വസിക്കണം. അങ്ങനെ ശാലിനിയുടെ സ്നേഹനിർബന്ധം കൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബസമേതം കുഞ്ഞുങ്ങളോടുകൂടെ സന്തോഷമായിട്ട് ജീവിക്കും. എന്നാൽ ശാലിനിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോൾ അവരൊരു വീടിന് ബുക്ക് ചെയ്തു. ആ വീട് കിട്ടിയിട്ടുണ്ട് കല്യാണിൽ. എന്നാൽ ഇത് ശാലിനിയുടെ പേരൂടെ അതിനകത്ത് ചേർത്തില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ വീട് അവർക്ക് നഷ്ടമായി. മാത്രമല്ല, ഇന്നും ഓരോ മാസവും 30,000 രൂപ ബാങ്കിൽ ലോൺ തിരിച്ചടയ്ക്കുക. അപ്പോൾ അവരുടെ കൂടെയുള്ളവർ പറഞ്ഞു, നിനക്ക് സ്വന്തപ്പെട്ട വീടാണ്, നീയാണ് പണം ചെലവാക്കിയത്, ഇപ്പോൾ അതിനിയും തിരിച്ചു കിട്ടുന്നില്ല, ആ വീട് തിരിച്ചു കിട്ടാൻ നീ കേസ് കൊടുക്കണം. എന്ന് മാത്രമല്ല, അങ്ങനെ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ അടയ്ക്കുന്ന 30,000 രൂപ വെച്ചുള്ള ഈ മന്ത്ലി പേയ്മെൻറ്റ് നീ കൊടുക്കേണ്ടതില്ല. അഞ്ജലി അവരോട് പറഞ്ഞു, ഞാൻ സ്നേഹത്തിൽ നിർബന്ധിച്ച് സന്തോഷത്തോടുകൂടി അവർ ചെയ്ത കാര്യമാണ്. എനിക്ക് ആ വീട് വേണ്ട എന്ന് മാത്രമല്ല, ഈ പണം മുഴുവനും അടച്ചു തീരുവോളം അത് അടച്ചു തീർക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ സഹോദരനോ അയൽവക്കക്കാരനോ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള കുർബാന സമൂഹത്തിൻ്റെ അംഗങ്ങളാണോ നമ്മൾ പലപ്പോഴും? എന്ന് മാത്രമല്ല, നമ്മളിതെല്ലാം ചെയ്യുന്നത് തിരിച്ചുള്ള ഒരു സ്ഥിതിയിലേക്ക് വരാനാണെങ്കിൽ അത് നമ്മളെ അപകടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 2, അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞത്, അബ്രഹാം സഹോദരനായ ലോത്തിന് തനിക്ക് അവകാശപ്പെട്ട വസ്തു പോലും വിട്ടുകൊടുത്തതുപോലെ നമുക്ക് അവകാശപ്പെട്ടതുപോലും ദൈവസ്നേഹത്തെ പ്രതി സഹോദരന് വിട്ടു നൽകുമ്പോൾ മാത്രമേ നമ്മൾ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. 2, മകനെ ബലി നൽകാൻ സന്നദ്ധനായ അബ്രഹാമിനെ പോലെ ഏറ്റവും പ്രിയപ്പെട്ടവയെ ദൈവസ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുവാൻ സന്നദ്ധരാകുമ്പോൾ മാത്രമേ നാം അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. സ്നേഹിതനെ, നമ്മൾ മറന്നു പോകരുത്, ഇതെല്ലാം കേവലം ചില പ്രസ്താവനകൾ മാത്രമല്ല. അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്കുള്ള പ്രവേശനം ബോധപൂർവമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ്, ചില നടന്നുകയറ്റങ്ങളാണ് എന്ന് നമ്മൾ മറക്കരുത്. അതിൽ 2ാമത്തതാണ് പറഞ്ഞത്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെ അബ്രഹാം ബലിയായി കൊടുക്കുവാൻ സന്നദ്ധനായതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയെ ദൈവസ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇസഹാക്ക് അബ്രഹാമിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്, തൻ്റെ ജീവൻ്റെ തുടർച്ചയാണ്. അബ്രഹാം ഇസഹാക്കിനെ കൊല്ലുമ്പോൾ തന്നെയാണ് ബലി കഴിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി യാത്ര ചെയ്യുന്ന അബ്രഹാമും ഇസഹാക്കും ഈ യാത്രയിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പിതാവായ അബ്രഹാമിൻ്റെ മനസ്സിൽ ആഴത്തിൽ വേദനയും മുറിവും വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴും ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുന്ന അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെക്കുള്ള പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മളെ വെല്ലുവിളിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഈ സമൂഹത്തിലുണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ 42 വയസ്സുകാരൻ ചാലക്കുടിയിൽ നിന്ന് എറണാകുളത്തേക്ക് ബസ്സിൽ കയറി. അതേ ഒരു സീറ്റിലിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പേര് ചോദിച്ചു. അവൻ പേര് പറയാൻ മടി കാണിക്കുന്നു. അവൻ വളരെ ഖിന്നനാണ്, ദുഃഖിതനാണ്. അവനോട് വീണ്ടും ഈ ഫാദർ, അദ്ദേഹം കുപ്പായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളറിയാൻ പാടില്ല, അടുത്തിരിക്കുന്ന ആൾ സ്നേഹത്തോടെ ചോദിച്ചു. സെബാസ്റ്റ്യൻ ഫാദർ ചോദിച്ചു, അല്ല നിൻ്റെ പേര് ചോദിച്ചെന്നൊക്കെ പറഞ്ഞില്ല, നീ വളരെ ദുഃഖിതനായി കാണുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഫാദറെ, എനിക്ക് എൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടതാണ്. റസാദ് മുഹമ്മദ് എന്നാണ് എൻ്റെ പേര്. ഞാൻ ഹരിപ്പാടുകാരനാണ്, മുസ്ലിം സഹോദരനാണ്. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഈ പ്രതിസന്ധി, ആഴ്ചയിൽ ഞാൻ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് പരിഹാരം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് മാത്രമാണ്. അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ ആരംഭിച്ചു.
ദരിദ്രരായ ഞങ്ങൾ എൻ്റെ ഉമ്മയുടെ കുറച്ച് സ്വർണ്ണങ്ങളെല്ലാം വിറ്റ് ഞങ്ങൾ 2.5 ലക്ഷം രൂപ ഉണ്ടാക്കി. അത് ഞങ്ങളൊരു ഏജൻറ്റിനെ ഏൽപ്പിച്ചു കിഡ്നി തരപ്പെടുത്താൻ. അയാൾ ആ പണവുമായി മുങ്ങി. ഇനി എനിക്ക് ചികിത്സയ്ക്ക് പണവുമില്ല. ഫാദർ സെബാസ്റ്റ്യൻ മനസ്സിലാക്കി, തൻ്റെ അടുത്തിരിക്കുന്ന, താൻ ആദ്യമായി കാണുന്ന, തൻ്റെ സമുദായത്തിലോ തൻ്റെ മതത്തിലോ പെടാത്ത റസാദ് മുഹമ്മദ് എന്ന ഹരിപ്പാടുകാരനാണ്. ഒരു നിമിഷം കണ്ണടച്ചിട്ട് ഈശോയുടെ ഒരു ചോദ്യം: ഈശോയെ, 23 കൊല്ലമായി ഞാൻ കുർബാന ചൊല്ലുകയാണ്. ഓരോ കുർബാനയിലും ഞാൻ പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിനക്ക് വേണ്ടി ഞാൻ മുറിക്കാം. ഇതെൻ്റെ രക്തമാണ്, ഇത് നിനക്ക് വേണ്ടി ഞാൻ ചിന്തിത്തരാം. എനിക്ക് 2 കിഡ്നിയുണ്ട്, ആരോഗ്യമുണ്ട്, ഡയബറ്റിക്സ് ഇല്ല. എൻ്റെ കിഡ്നിയിൽ 1 ഞാൻ ആദ്യമായി കാണുന്ന എൻ്റെ ഈ സഹോദരന് നൽകിക്കൊള്ളട്ടെ. ഉത്തരത്തിന് വേണ്ടി നാളുകൾ കാത്തിരുന്നില്ല. ഒറ്റ സെക്കൻഡ് കണ്ണു തുറന്നു. റസാദ് മുഹമ്മദിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, കിഡ്നി തരപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ആരംഭിച്ചു കൊള്ളണം. അവൻ ചോദിച്ചു, എവിടെയാ ഫാദറെ കിഡ്നി? ആര് തരും? കിഡ്നി ദൂരങ്ങളിലല്ല, ഇവിടെയുണ്ട്. എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഫാദർ സെബാസ്റ്റ്യൻ എന്ന കത്തോലിക്ക അച്ഛൻ്റെ കിഡ്നി ഹരിപ്പാടുകാരൻ 32 വയസ്സുകാരൻ റസാദിൻ്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തു. 2 പേരും ആരോഗ്യകരമായി ഇരിക്കുന്നു. സ്നേഹിതരെ, നമ്മൾ കിഡ്നിയുള്ളവരാണ്. നിങ്ങൾ എന്നെ നോക്കുന്നതിൻ്റെ അർത്ഥവും എനിക്ക് മനസ്സിലായി. 2 കിഡ്നിയിൽ 1 പോലും കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാത്ത ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ നിന്ന് പറയുകയാണ്, 2 കിഡ്നിയുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. ഇതിൻ്റെ അവജയത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. യേശു പറഞ്ഞു, നീ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിച്ചുവല്ലോ. അതിൻ്റെ കാരണം നിൻ്റെ ജീവനെ തന്നെ നീ നൽകാൻ താല്പര്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് ഈ ഒരു വലിയ ദർശനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. റസാദ് മുഹമ്മദിനെ കുറിച്ച് പറയുകയും ഫാദർ സെബാസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കാം, ഇതൊക്കെ വേറെ ആളുകളല്ലേ നമ്മുടെ സമയം. ഒരു 41 വയസ്സുകാരൻ മാർത്തോമാ സഭയുടെ സഭാമണ്ഡലം മെമ്പറാണ്. പത്തനാപുരത്ത് ആവണശ്വരം മാർത്തോമാ ഇടവകയിൽ. P.E. ബിനു, ഭാര്യയും 2 മക്കളും. കഴിഞ്ഞ നവംബർ മാസത്തിൽ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി അടർത്തി മാറ്റി. ആലപ്പുഴക്കാരൻ ചുമട്ടുതൊഴിലാളി ഷാജിയുടെ ഭാര്യ ഷീലയ്ക്ക് കൊടുത്തു. 2 പേരും സുഖമായിരിക്കുന്നു. വികാരി അച്ഛൻ ഒരു കുറിപ്പെഴുതി സഭാധാരകയിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് അയച്ചു കൊടുത്തു. സഭാധാരകയ്ക്ക് അയച്ച കുറിപ്പിതാണ്: പത്തനാപുരത്ത് ആവണീശ്വരം മാർത്തോമാ ഇടവകയിൽ P.E. ബിനു എന്ന 41 വയസ്സുകാരൻ തൻ്റെ 2 കിഡ്നിയിൽ ഒരു വൃക്ക ആലപ്പുഴക്കാരൻ ചുമട്ടുതൊഴിലാളി ഷാജിയുടെ ഭാര്യ ഷീലയ്ക്ക് ദാനമായി നൽകി. വികാരി അച്ഛൻ്റെ പേര് സഭാധാരയ്ക്ക് അയച്ചു കൊടുത്തു. സഭാധാരയുടെ ചീഫ് എഡിറ്റർ, ഇത് ശരിയാണോ തെറ്റാണോ, ഈ വാർത്ത ഇടേണ്ടതാണല്ലോ, വിളിച്ചു ബിനുവിനെ വിളിച്ചിട്ട് ഇത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛോ, ഒരു ചെറിയ തിരുത്തൽ അതിനകത്തുണ്ടാക്കണം. ദാനമായി കൊടുത്തു എന്ന് എഴുതരുത്. ദൈവം എനിക്ക് ദാനമായി നൽകിയ 2 കിഡ്നിയാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. ദാനമായി നൽകിയതിനെ തിരിച്ച് ദാനം ചെയ്യുവാൻ ഞാൻ ആരാണച്ചോ? അതുകൊണ്ട് നൽകി എന്ന് മാത്രം എഴുതിയാൽ മതി. മാർത്തോമാ സഭയുടെ സഭാമണ്ഡലത്തിൻ്റെ അംഗമായി ബിനു ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇരിക്കുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഇത് വല്ലവരുടെയും കേട്ട് അഭിമാനിച്ചാൽ മതിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഭിമാനത്തിന് സഹായകരമായി എന്തെങ്കിലും നമ്മുടെ ആയുസ്സിൽ വേണ്ടേ? അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ആയുസ്സിൽ നമ്മുടെ ജീവനെ മുറിച്ചു നൽകുവാൻ സാധിക്കുന്നതിലൂടെ മാത്രമാണ്. 3ാമതായി, ഒരുവൻ്റെ യഥാർത്ഥ സമ്പത്ത് ദൈവമാണെന്ന തിരിച്ചറിയും ദൈവത്തെ മറന്ന് ഒന്നും സമ്പാദിക്കുകയില്ല എന്നും നിർബന്ധ ബുദ്ധിയുള്ള ഒരുവന് മാത്രമേ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കാനൊക്കെയുള്ളൂ. അനധികൃതമായി പല കാര്യങ്ങൾ കയ്യേറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ പറയപ്പെടുന്നത്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, ബി ട്രസ്റ്റ് വർത്തി, ബി ഓണസ്റ്റ്, ബി ഫെയ്ത്ത്ഫുൾ. വിശ്വസ്തരായിരിക്കുക,
സത്യസന്ധരായിരിക്കുക, സുതാര്യരായി ജീവിക്കാനായിട്ട് സാധിക്കുക. ആഡം ക്ലാർക്ക് എന്ന വിശുദ്ധനായ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം ഒരു സിൽക്ക് കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയാണ് ആദ്യകാലത്ത്. അപ്പോൾ സിൽക്ക് കടയുടെ ഉടമസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ കസ്റ്റമേഴ്സ് വന്ന് സിൽക്ക് മുറിച്ച് നൽകുമ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടി, സിൽക്കാകുമ്പോൾ ഇച്ചിരി വലിച്ചു നീട്ടി കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഇഞ്ചോ ഒരു 1/2 സെൻറ്റിമീറ്ററോ വല്ലതും ഈ മുറിക്കുന്നതിലൂടെ കിട്ടും. ആഡം ക്ലാർക്ക് കടയുടെ ഉടമസ്ഥൻ്റെ നോക്കി പറഞ്ഞു, സാറേ, അത് സാധിക്കത്തില്ല. ഐ ക്യാൻ സ്ട്രെച്ച് ദ സിൽക്ക് ബട്ട് ഐ കനോട്ട് സ്ട്രെച്ച് മൈ കോൺഷ്യൻസ്. നിങ്ങൾ പറയുന്നത് പോലെ ഈ സിൽക്ക് വലിച്ചു നീട്ടി ഞാൻ മുറിക്കാൻ എനിക്കിഷ്ടമില്ലെന്ന് മാത്രമല്ല, ശ്രമിച്ചേക്കാം. പക്ഷേ എൻ്റെ മനസാക്ഷിയെ വലിച്ചു നീട്ടാൻ എനിക്ക് സാധിക്കുകയില്ല. മനസാക്ഷിയെ വലിച്ചു നീട്ടി വികലമാക്കി നമ്മുടെ ആയുസ്സിൽ മുമ്പോട്ട് നീങ്ങിയാൽ നമുക്ക് അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഞാൻ സമയം പോകുന്നത് കൊണ്ട് മുമ്പോട്ട് പോകട്ടെ. 4, അബ്രഹാമിനെ പോലെ പ്രതീക്ഷ കൈവിടാതെ ദൈവകൽപ്പനകൾ കണിശമായി പാലിക്കുന്നവർക്ക് മാത്രമേ അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവകൽപ്പനകൾ കണിശമായിട്ട് പാലിക്കുന്നവർക്ക് മാത്രം, പ്രതീക്ഷ കൈവിടാതെ. നമ്മുടെ ജീവിതം പ്രതീക്ഷയുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പ്രത്യാശയുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഉയർത്തെഴുന്നേൽപ്പിലുള്ള പ്രതീക്ഷയുടെ ജീവിതമാണ്. ആ വലിയ ഉട്ടോപ്പിയ, അത് നെഗറ്റീവ് വാക്കല്ല, ആ വലിയ മുമ്പിൽ കാണുന്ന ആ സാധ്യത നോക്കി മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. ആ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്നവർ കൽപ്പനകൾ കൃത്യമായി പാലിച്ചിരിക്കണം. യേശു ക്രിസ്തു 10 കൽപ്പനകളെ സാംശീകരിച്ച് 2ആയി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിന്നെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തിലേക്കുള്ള ദൂരവും സഹോദരനിലേക്കുള്ള ദൂരവും ഒന്നാണ് എന്ന് നമ്മളാരും മറന്നു പോകരുത്. സഹോദരനിലേക്കുള്ള ദൂരം തന്നെയാണ് ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് മാത്രമല്ല, സഹോദരനിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ ഒക്കുകയുള്ളൂ. സഹോദരനെ കൂടാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ കാണാനൊക്കും? ഈ നാട്ടിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പദ്യങ്ങളിൽ ശ്രേഷ്ഠമായ പദ്യങ്ങളിൽ ഒന്നാണ് ഉള്ളൂരിൻ്റെത്. അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണുകളില്ലാത്തവൻ അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താണ് ആശ്ചര്യമുള്ളത്? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയുകയില്ല. സഹോദരനെയോ സഹോദരിയോ കൂടാതെ നമ്മൾ ആരെങ്കിലും അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കാമെന്ന് ധരിച്ചാൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. അതുകൊണ്ട് കൂട്ടുകാരനെ അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവനിലൂടെ കാണുന്നതാണ് സഹോദരൻ. വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്കുള്ള വഴി സഹോദരനിലൂടെയുള്ള വഴിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ചെറിയവന് നിങ്ങൾ ഒരുത്തന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്ന് യേശു പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ അത് അദൃശ്യനായ വാക്യത്തിലുള്ള ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് നിലനിർത്താതെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് 4 കാര്യങ്ങളാണെങ്കിൽ എൻ്റെ മനസ്സിൽ 5ാമതൊരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അത് നമ്മൾ ഈ കൽപ്പനയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന ഏറ്റവും ഹൃദ്യമായ കാഴ്ചകളിലൊന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ ഈ അബ്രഹാം ഇരിക്കുമ്പോൾ തൻ്റെ കൂടാരത്തിൻ്റെ അടുത്തേക്ക് 3 ആളുകൾ പരദേശികൾ നടന്നു വരുന്നത് കാണുകയാണ്. ഈ പരദേശികളെ കാണുമ്പോൾ അവിടെ ചെയ്യുന്ന 3 കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പരദേശികൾ വന്നപ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. പരദേശികളാണ്, ഇവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല. പാണ്ടിയിൽ നിന്ന് പാട്ട പറക്കാൻ വന്നവൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞാൻ ഉൾപ്പെടെ നമ്മൾ സാഷ്ടാംഗ പ്രണാമം നടത്തുമോ? അഡ്രസ്സില്ലാത്തവൻ, പേരറിയാത്തവൻ, നാളറിയാത്തവൻ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തണമെങ്കിൽ അത് ഒരു അത്ഭുത കാഴ്ചയല്ലേ? എന്ന് മാത്രമോ, വീട്ടിൽ അവരെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് പറയുന്നു 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കാൻ പറയുന്നു. 3 ഇടങ്ങഴി മാവ് വേണോ 3 മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ? അത് 30 പേർക്ക് കൊടുക്കാനുണ്ട്. എന്താണ് ഈ അബ്രഹാം
ഇങ്ങനെയുള്ള ഈ ചിത്തഭ്രമം കാണിക്കുന്നത് എന്ന് മാത്രമല്ല, തൻ്റെ പശുക്കൂട്ടത്തിലേക്ക് പോയി നല്ല കരുത്തുള്ള ഒരു പശുക്കിടാവിനെ അറുത്ത് ഒന്നാം തരം ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം അബ്രഹാം ചെയ്തത് എന്തുകൊണ്ടാണ്? ഇത് അബ്രഹാം ചെയ്തതിൻ്റെ കാരണം, പഴയ നിയമത്തിൽ നമുക്കറിയാം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടാൽ മനുഷ്യൻ മരിക്കും. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തെ കാണുന്ന 3 വിധത്തിലാണ്. അത് പരദേശി, ദ ഓർഫൻ, ദി ഏലിയൻ ആൻഡ് ദ വിഡോ. ദ ഓർഫൻ, ദ ഏലിയൻ ആൻഡ് ദ വിഡോ, ആ 3 പ്രത്യക്ഷങ്ങളിലാണ് പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ആളുകളെ സ്വീകരിക്കുന്നതിലൂടെ അബ്രഹാമിന് തർക്കമില്ലാത്ത ഒരു കാര്യമുണ്ട്. അബ്രഹാം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വിശ്വാസം ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ഒന്നാണോ? ഒരിക്കലും അല്ല. മറിച്ച് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഈ പരദേശികൾ അവർ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളാണ് എന്നുള്ളതാണ്. ദി അതർ മാൻ ഈസ് ദി എപ്പിഫനി ഓഫ് ഗോഡ്. വേദപുസ്തകത്തിൽ യാതൊരു സംശയമില്ലാതെ എഴുതിയിരിക്കുന്നതാണ്. അടുത്തു നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രത്യക്ഷമാണ്. അവൻ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമാണ്. അടുത്തു നിൽക്കുന്ന സഹോദരൻ്റെ മുഖത്ത് ദൈവത്തെ കാണാത്തവന് ഒരിക്കലും ദൈവത്തിൻ്റെ മുഖമെന്നല്ല, ദൈവത്തിൻ്റെ പേര് പോലും പറയാൻ എന്താണ് അവകാശമുള്ളത്? അതുകൊണ്ട് ഇത് വലിയ വില കൊടുക്കേണ്ടുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ഞാനിത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ മനുഷ്യത്വം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ നീതി നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ആത്മീയത ശക്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടായെന്ന് പറയുകയും അതെല്ലാം ദൈവാനുഗ്രഹമായി കാണുകയും എല്ലാ സ്വത്തുകളും തൻ്റെതാണെന്ന് ധരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ ലോകത്തിൽ അപകടമുണ്ടാകും. നമുക്കറിയാം, ഈ രാജ്യത്ത് തന്നെ ബഹുഭൂരിപക്ഷം വരുന്നതായ ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഭക്ഷണമില്ലാതെ അവർ BPL കഴിയുന്ന ആളുകൾ ഉള്ളപ്പോൾ, വളരെ സമൃദ്ധിയിൽ കഴിയുന്ന ആളുകൾ ഇത് ദൈവദാനമാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ നമ്മൾ മോശക്കാരാക്കുകയാണെന്ന് തിരിച്ചറിയാനുള്ള പരിജ്ഞാനം നമ്മൾ വളർത്തിയെടുക്കണ്ടേ? അതുകൊണ്ട് ഈ സമൂഹത്തിൽ നന്മ നിറഞ്ഞ ഒരു സമൂഹമാണെങ്കിൽ അബ്രഹാമിനെ പോലെ തൻ്റെ മുമ്പിൽ വന്നെത്തുന്നതായ ഈ പരദേശികളും ഈ അനാഥരും ഈ വിധവമാരും അവർ ദൈവത്തിൻ്റെ മുഖങ്ങളാണ്. സോ ദി അതർ മാൻസ് ഫേസ് ഈസ് ദ ഫസ്റ്റ് ഗോസ്പൽ ഫോർ ഈച്ച് വൺ ഓഫ് us. സഹോദരൻ്റെ മുഖത്ത് കാണുന്നതാണ് ആദ്യത്തെ സുവിശേഷം. ആ സുവിശേഷം കഴിഞ്ഞിട്ട് മറ്റു സുവിശേഷമുള്ളൂ. അതാണ് അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ. അല്ലാത്ത ഒരു ലോകം, ഭീകരമായൊരു ലോകം സൃഷ്ടിക്കും. ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്യാൻസർ ഹോസ്പിറ്റലിൽ ഒന്നാണ്. അവിടുത്തെ ചില സ്ഥിതിഗതികളെക്കുറിച്ച് നമ്മുടെ അവിടെ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ, സോഷ്യൽ വർക്കേഴ്സുമായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന് എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞു, തിരുമേനി നമുക്ക് എന്തെങ്കിലും അടിയന്തരമായി ചെയ്യാൻ ഒക്കുമോ എന്ന് സോഷ്യൽ വർക്കേഴ്സ് ആവശ്യപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അവിടെ പ്രശ്നം? ഞാൻ അവിടെ ഇതുവരെയും പോയിട്ടില്ല. പോകാത്ത എനിക്ക് പറയാൻ അനുവാദമുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. അവർ പറഞ്ഞു, തിരുമേനി, വടക്കേ ഒറീസയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഈ ബീഹാറിൽ നിന്നുമൊക്കെ പാവം പിടിച്ച ക്യാൻസർ രോഗികൾ അവിടെ ധാരാളം വരുന്നുണ്ട്. ഒരു മുറിയിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കഴിഞ്ഞ് രോഗികൾ അവിടെയുണ്ട്. കട്ടിലിൻ്റെ കീഴിൽ ആളുകൾ. അത് ഇവിടുത്തെ പ്രധാന ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട്. വലിയ വലിയ ക്രൗഡഡാണ്. വരാന്തയിൽ നിറഞ്ഞു. എന്ന് മാത്രമല്ല, റോഡിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക് വിരിച്ച് അവിടെയും ആളുകൾ ഉണ്ട്. ഈ ദൂരെ നിന്ന് വരുന്നതായ രോഗികൾ, പ്രത്യേകിച്ച് അമ്മമാർ, അവർ ക്യാൻസർ സെക്കൻഡറി ആയി എന്തെങ്കിലും പ്രതീക്ഷ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വരുന്ന പ്രധാന ഹോസ്പിറ്റലാണ്. അവരുടെ കൂടെ ന്യായമായും അവരുടെ പെൺമക്കൾ വരുന്നു. അവരവിടെ വന്നു. വലിയ പരിചയമില്ല. അവർ 1-2 ആഴ്ച കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ കൊണ്ടുവന്ന പണം തീരും. പണം തീരുമ്പോൾ ജീവിക്കാൻ എന്താണ് ഇനി മാറും? അമ്മയ്ക്ക് മരുന്ന് വേണം. അമ്മ രോഗിയായി കിടക്കുകയാണ്. സ്വന്തം അമ്മയുടെ ജീവനെ നിലനിർത്താൻ, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ തങ്ങളുടെ ശരീരം വിൽക്കുന്ന പെൺകുട്ടികൾ, 20, 21, 22 വയസ്സുള്ള പെൺകുട്ടികൾ ബോംബെ ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളതൊരു എഴുതാക്കഥയായിട്ട് വായിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ രേഖാമൂലം അച്ഛന്മാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ അമ്മയുടെ ജീവനെ നിലനിർത്താൻ വേണ്ടി പെൺമക്കൾ അവരുടെ ശരീരം വിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഭക്തരായിട്ടുള്ള ആളുകൾ പറഞ്ഞേക്കാം, എന്ന് അമ്മ മരിച്ചാലും സ്വർഗത്തിൽ പോകുകയല്ലേ, മരണത്തിന് ശേഷം വിശ്വസിക്കുന്നവരല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആത്മീയ കുതന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മുടെ മനസ്സിനെ വൈകൃതമാക്കാൻ ഇടയാകരുത്. മറിച്ച് ഒരു പെൺകുട്ടി അവളുടെ ശരീരം വിൽക്കേണ്ടി വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആവശ്യത്തിലധികം പണമുള്ള എല്ലാവരുടെയുമാണെന്ന് 1000 മൈക്രോഫോണുകൾ ഇവിടെ വെച്ച്
ഈ ദിഗന്ധങ്ങൾ പൊട്ടുന്നത് പോലെ പറയപ്പെടേണ്ട കാര്യമാണ്. ഈ ശബ്ദത്തിൽ മാത്രം പറയാനുള്ള ശക്തി എനിക്കുള്ളൂ. ആർക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾ വേദപുസ്തകം ഒന്നുകൂടെ വായിക്കുക. യേശു കർത്താവ് തൻ്റെ അവസാനത്തെ സമയത്ത് തൻ്റെ ശരീരം മുറിച്ച് താൻ അനുഭവിക്കാതെ മറ്റുള്ളവൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടി, അവനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതിന് നമ്മൾ കൂദാശ, സാക്രമെന്റ് എന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാന ഏതാണ്? തന്നെ നുറുക്കി മറ്റുള്ളവൻ്റെ ജീവന് വേണ്ടി നൽകിയെങ്കിൽ മാർത്തോമാ സഭയുടെ അംഗങ്ങളായ നമ്മൾ ഈ ലോകത്തിൽ നീതി നിലനിൽക്കാൻ നമ്മളെ തന്നെ മുറിക്കാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. വല്ലാത്ത ഒരു ആത്മീയത പ്രബലപ്പെടുകയാണ്. ഒരു സാധാരണക്കാരൻ പ്രാർത്ഥിച്ചു, നല്ലതായിട്ടൊക്കെ ജീവിച്ചു, മക്കൾ നന്നായി പഠിച്ചു, വിദേശത്ത് പോയി നല്ല കാശുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ഒരു ചെറിയ വീടായിരുന്നു, വീടൊക്കെ നന്നാക്കി, ഇച്ചിരി പുരയിടമൊക്കെ വാങ്ങിച്ച് കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്. പക്ഷേ അയൽവക്കക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടിൽ അവൻ്റെ വീടും പുരയിടവും കൂടെ വിറ്റു. വിൽക്കുന്ന സമയത്ത് ഈ ഭക്തൻ വാങ്ങിച്ചിട്ട് പ്രാർത്ഥനാ കൂട്ടത്തിൽ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ കൃപയാൽ ആ വീടും പുരയിടവും കൂടെ നമുക്ക് കിട്ടി, അതും വളരെ വിലയാച്ചിന് കിട്ടി. നല്ല കാര്യമാണ്. അപ്പോൾ ഇരുന്നവരെല്ലാം കൂടി സ്തോത്രം എന്ന് പറഞ്ഞു. എന്തിനാണ് സ്തോത്രം പറഞ്ഞത്? ഈ അയൽവക്കക്കാരൻ്റെ ഈ വീടും പുരയിടവും അല്പം വില കുറച്ച് അവനെ കളിപ്പിച്ച് വാങ്ങിച്ചത്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, കുത്ത ഇടണ്ട, ഒരു കോമ ഇട്ടിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തിനാണ് ഈ അയൽവക്കക്കാരൻ തോമാച്ചൻ അത് വിറ്റത്? തോമാച്ചൻ വിറ്റതിനൊരു കാര്യമുണ്ട്. തോമാച്ചന് 2 പെൺമക്കളാണ്, കെട്ടിക്കാൻ പ്രായമായി കഴിയുകയാണ്. ഓരോ ഭക്തനും വരുമ്പോഴും ഭക്തിയൊക്കെ പറയും, സ്ത്രീധനം അഫോർഡ് ചെയ്യാൻ ഒക്കുന്നില്ല, കൊച്ചിൻ്റെ പ്രായം കൂടുകയാണ്. അപ്പോൾ തോമാച്ചനും ഭാര്യയും കൂടെ അടുത്തിരുന്ന് പറഞ്ഞു, നമ്മളുടെ പ്രായം കൂടുകയാണ്, കുഞ്ഞുങ്ങളും പ്രായമാകുകയാണ്, അതുകൊണ്ട് അവരുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം, അതുകൊണ്ട് നമുക്ക് വീട് വിറ്റ് അവിടെ കല്യാണം നടക്കട്ടെ, ഉള്ളത് അവർക്ക് പകുത്തു കൊടുക്കാം, നമ്മുടെ കാര്യം പിന്നീട് നോക്കാം. അങ്ങനെ തൻ്റെ പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാൻ നിവർത്തികേടുകൊണ്ട് കുടുംബം വിറ്റ് അവൻ അത് വാങ്ങിച്ചിട്ട് അവനെ വഴിയാധാരമാക്കിയതിനാണ് നമ്മൾ ആത്മീയമായി സ്തോത്രം പറഞ്ഞതെങ്കിൽ, സ്നേഹിതരെ, നമ്മൾ വല്ലാത്തൊരു സ്ഥിതിയിലല്ലേ? എവിടെയാണ് നമ്മുടെ ആത്മീയത? ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട്. ഈ ധനികനായ അപ്പൻ ആ വസ്തു വാങ്ങിക്കാൻ പണമുള്ളത് കൊണ്ടാണല്ലോ അയാളത് വാങ്ങിച്ചത്. ഈ അടുത്ത് താമസിക്കുന്ന തോമാച്ചൻ കുറേ നാളുകളായിട്ട് പരിചയക്കാരല്ലേ? അവരെ വിളിക്കാമായിരുന്നു. അവരെ വിളിച്ചിട്ട്, തോമാച്ച, സ്ഥിതി മനസ്സിലായി, എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ഇവിടെ പിള്ളേർക്ക് പണം ഇപ്പോൾ ആവശ്യമില്ല, അവരൊന്നും വിദേശത്തൊക്കെ നന്നായി ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് റബ്ബറിന് വില കുറഞ്ഞെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നീ കൊച്ചിനെ കെട്ടിക്കുക, ഇതങ്ങോട്ട് എടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിലേതാണ് ആത്മീയത? ഈ കള്ള ആത്മീയതയിൽ നിന്ന്, ഈ കാപട്യത്തിൽ നിന്ന് നമ്മുടെ സഭയും നമ്മുടെ ദേശവും ഒക്കെ ഒന്ന് മാറി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാം. വാപ്പസി എന്ന് പറഞ്ഞാൽ ഇതല്ലേ അതിൻ്റെ അർത്ഥം? ഉറവിടത്തിലേക്ക് മടങ്ങുക, ആത്മീയതയിലേക്ക് മടങ്ങുക, ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. മതത്തിലേക്ക് മടങ്ങുകയും മതാത്മകതയിലേക്ക് മടങ്ങുകയും ചെയ്താൽ നമ്മൾ അതിരുകൾ സൃഷ്ടിക്കുകയാണ്, നമ്മൾ മനുഷ്യനെ കൊന്നൊടുക്കുകയാണ്. അതിരുകൾ സൃഷ്ടിക്കുന്ന ലോകത്തിൽ അനന്തതയോടുകൂടി ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭ നമ്മുടെ ആത്മീയതയ്ക്ക് പുതിയ അർത്ഥവും മാനവും തേടിയില്ല എങ്കിൽ നമ്മൾ വല്ലാത്ത സ്ഥിതിയിലേക്ക് നീങ്ങും എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന കാര്യമാണിത്. അങ്ങനെയുള്ള ഒരു സ്ഥിതി നമുക്കുണ്ടാകട്ടെ. അബ്രഹാമിൻ്റെ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ കാര്യങ്ങൾ സാധിച്ചു. ആർക്ക്? ഈ സക്കായിക്ക്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, സക്കായി പറഞ്ഞു, ഞാൻ 4 ഇരട്ടി മടക്കി കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. അത് മോഷ്ടിച്ചതിന് വേണ്ടി മാത്രമാണ്. മറ്റുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് അത് അനധികൃതമായി വാങ്ങി എന്നുള്ളതല്ല. സക്കായി കൺഫസ് ചെയ്യുകയാണ്. അഗസ്റ്റീൻ്റെ ജീവകഥയുടെ പേര് കൺഫഷൻ എന്നുള്ളതാണ്. അവൻ പശ്ചാത്തപിക്കുകയാണ്, അവൻ ദുഃഖിക്കുകയാണ്, അവൻ വിലപിക്കുകയാണ്. തെറ്റ് ചെയ്തു പോയി, എന്നോട് കരുണ കാണിക്കണമെന്ന് പറയുന്ന ഒരു പുതിയ ആത്മീയതയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അങ്ങനെ ആ വീടിൻ്റെ ഭവനവാഴ്വ് അപ്പോൾ നടക്കുകയാണ്. നമ്മുടെ ഭവനവാഴ്വിൽ എപ്പോഴും നമ്മൾ വായിക്കുന്ന സുവിശേഷ വേദഭാഗം സക്കായുടെ ഈ വേദഭാഗമാണ്. എന്താണ് ഇതൊരു ഭവനവാഴ്വായി എപ്പോഴാണ് തീർന്നത്? നമുക്കറിയാം, എല്ലാ കൂദാശകളും പോയിന്റ് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് കൂദാശകളുടെ എല്ലാം അടിസ്ഥാനമായിരിക്കുന്ന യേശുവിങ്കിലേക്കാണ്. ഓൾ സാക്രമെന്റ്സ് പോയിന്റ്സ് ടു ജീസസ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ പ്രൈമോഡിയൽ സാക്രമെന്റ്. എല്ലാ കൂദാശകളും
ഈ അടിസ്ഥാന കൂദാശയായ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞു, നൗ ഈസ് കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ നിന്നോട് കൂടെ പാർക്കുകയാണ്. കൂടെ പാർത്തപ്പോൾ അകലങ്ങൾ അവസാനിച്ചിട്ട് അവരൊന്നിച്ച് ഒരേ ആത്മാവിൽ ഒരേ സ്പേസിൽ നിൽക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, നമുക്ക് വിനയത്തോടു കൂടി ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ വീടുകളുടെ എല്ലാം ഒരു ഭവന വാഴ്വ് നടക്കാം. അവിടെ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജീവനുള്ളതും ജീവനുണ്ടാക്കുന്നതുമായ സ്ലീബയുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ ഈ വീട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ കൂദാശയും ശുദ്ധീകരണ പ്രക്രിയയാണ്. ഓരോ കൂദാശയും പ്രൈവറ്റിനെ പബ്ലിക്കാക്കുകയാണ്. ഇതുവരെ ഈ വീട് എൻ്റെ വീടായിരുന്നു. ഇത് തിരുനാമത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ നീ ആരുടെയൊക്കെയാണോ അവരുടെയൊക്കെയായി ഈ വീട് ഇപ്പോൾ തീർന്നിരിക്കുന്നു. അങ്ങനെ വലിയ ഹോസ്പിറ്റാലിറ്റി ആ വീട്ടിലുണ്ടായി. ആ ഹോസ്പിറ്റാലിറ്റി ഉണ്ടായതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് യേശുവിനെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂദാശ. അപ്പോൾ ഈ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്നത്, കുരിശിനെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ലളിതമായത് അതാണല്ലോ. അത് എന്നെ നിഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാതെയാക്കി, ഇത് സഹോദരനോടും ദൈവത്തോടുമുള്ള ബന്ധത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹിതരെ, ഇതാണ് ഈ യേശു ക്രിസ്തുവും സക്കായും തമ്മിലുള്ള ഈ സംസർഗത്തിൻ്റെയും സംവാദത്തിൻ്റെയും ആകത്തുക ഒരു കൂദാശയായി മാറിയെങ്കിൽ, ഓരോ ഭവനവാഴ്വുകളും ഓരോ ദിവസത്തെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും ഈ കൂദാശയെ കൂടുതൽ പരിപുഷ്ടമാക്കേണ്ടതാണ്, കൂടുതൽ അർത്ഥപൂർണ്ണമാക്കേണ്ടതാണ്, കൂടുതൽ റിലീവ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു പൊട്ടിച്ചു കൊടുക്കലിൻ്റെ ആത്മീയതയിലാണ് നമ്മുടെ ആയുസ്സിന് അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ തേലക്കാട്ടച്ഛൻ നമുക്ക് പരിചയമുള്ള അച്ഛനാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അച്ഛൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കുമ്പസാരം കേൾക്കണം. ചെയ്ത തെറ്റിന് ആനുപാതികമായ പരിഹാര പ്രക്രിയ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പാപം മോചിച്ച് കുർബാന സ്വീകരിക്കണം. അങ്ങനെ അദ്ദേഹം ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള അമ്മ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ചു ഞാൻ മോഷ്ടിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് മോഷ്ടിച്ചത്? എന്ത് ചോദിച്ചാൽ ഇവർ എന്താ മോഷ്ടിച്ചതെന്ന് പറയുകയല്ല. ഒടുവിൽ അവർ പറഞ്ഞു, അച്ചു അങ്ങനെ വലിയ മോഷണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല, ഞാനൊരു അരിയുണ്ട മോഷ്ടിച്ചു. നിങ്ങൾ ഓർക്കണം, അരിയുണ്ട എന്ന് പറയുന്നത് ഈ അമ്മ തന്നെ ഉണ്ടാക്കി അവിടെ ഒരു പാട്ടയിൽ വെച്ചിരുന്നതാണ്. അത് അപ്പനും മക്കളും കാണാതെ ഈ അമ്മ എടുത്ത് വിഴുങ്ങി. ഇതാണ് ഗോളങ്ങൾ വിഴുങ്ങുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. എന്തു വിഴുങ്ങിയാലും കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരു അരിയുണ്ട വിഴുങ്ങിയത് പാപമാണെന്ന് പറയുന്നതിൽ ഒരു ബ്യൂട്ടിയുണ്ട്, അതിനകത്തൊരു ഭംഗിയുണ്ട്. അച്ഛൻ അത്ഭുതപ്പെട്ടു പോയി. അവർ കുമ്പസാരത്തിൻ്റെ പ്രക്രിയ പറഞ്ഞു, വീട്ടിൽ തിരിച്ചു ചെന്നു. ബാക്കിയുള്ള ഉണ്ടകൾ എടുത്തപ്പോഴെല്ലാം ആ അമ്മ അത് പൊട്ടിച്ചു. ഭർത്താവിനും മക്കൾക്കും അയൽവക്കത്തെ കേശവനും ഇപ്പുറത്തെ പാർവതിക്കും മുറിച്ചു നൽകി. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ മുറിച്ചു നൽകിയപ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞില്ല. ആദ്യം അവൾ വിഴുങ്ങിയപ്പോൾ അവളുടെ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞില്ല. സ്നേഹിതരെ, ഇന്നത്തെ ഏറ്റവും വലിയ അപകടം ഇതല്ലേ? നമ്മുടെ വയറ് നിറയുന്നുണ്ട്. ഗ്ലട്ടണി, സിന്നെന്ന് നമുക്കറിയാമെങ്കിലും ഓവർ ഈറ്റിംഗ് ആണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഓരോ കല്യാണത്തിനും എത്രയോ ലക്ഷങ്ങളാണ് ഭക്ഷണത്തിനും പൊടിച്ച് കളയുന്നത്. അങ്ങനെ വയറ് നിറയും, പക്ഷേ മനസ്സ് നിറയുന്നില്ല. മനസ്സ് ചുരുങ്ങി ചുരുങ്ങി ചുക്കായി പോകുന്നു. അങ്ങനെ വയറ് മാത്രം നിറഞ്ഞ് മനസ്സ് ചുക്കായി ഒരു വശത്ത്, മനസ്സിനെ വികസിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം പൊട്ടിച്ചു കൊടുക്കുന്ന മാർഗമാണ്. അത് സുവിശേഷത്തിൻ്റെ മാർഗമാണ്. അത് വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമാണ്. അങ്ങനെ പൊട്ടിച്ചിതറിച്ചപ്പോൾ മനസ്സ് പൂർണ്ണമായി നിറഞ്ഞു, വയറും പൂർണ്ണമായി നിറഞ്ഞില്ലെന്നേ ഉള്ളൂ, ആവശ്യത്തിനുള്ള എനർജിക്കുള്ള വയറും നിറഞ്ഞു. ഇത് നമുക്ക് സാധിക്കണം. ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു ആത്മീയതയുടെ, അർത്ഥവത്തായുടെ ആത്മീയതയുടെ ഉടമകളായി മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗംഗാധർ മഗർ ഓറിയൻ കവിയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, നിനക്ക് എന്താണ് എനിക്കൊന്ന് സമർപ്പിക്കാനുള്ളത്? എനിക്ക് നിനക്ക് എന്തെങ്കിലും ഒന്ന് നൽകണമെന്നുണ്ട്. ദൈവമേ, നിനക്ക് ഞാനൊരു പൂ സമർപ്പിക്കാമെന്ന് വിചാരിച്ചാൽ
അതെൻ്റേതല്ലല്ലോ, നീ സൃഷ്ടിച്ചതാണ്. അതിനെ ഞാൻ എങ്ങനെ നിനക്ക് ദാനമായി നൽകും? ഫലമൂലാദികളെ തരാം എന്ന് വിചാരിച്ചാൽ അതെല്ലാം നിൻ്റെ കരുണ കൊണ്ടും നീ അയച്ച മഞ്ഞുകൊണ്ടും മഴ കൊണ്ടും ഉണ്ടായതാണ്. അതെങ്ങനെയാണ് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നത്? അതും നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ സൃഷ്ടിയെ എടുത്ത് നിനക്ക് ഞാൻ എങ്ങനെ സമർപ്പിക്കും? ഇനി ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ നിൻ്റെ സൃഷ്ടിയാണല്ലോ, എന്നെ എങ്ങനെ സമർപ്പിക്കും? എങ്കിലും എന്നിൽ നീ സൃഷ്ടിക്കാത്ത ഒന്നുണ്ട്. എന്നിൽ നീ സൃഷ്ടിക്കാത്ത ഒന്നുണ്ട്. അത് എന്നിലെ ഞാൻ എന്നുള്ള അഹന്തയുടെ ഭാവമാണ്. ദി സെൽഫ്, ഞാൻ. അതിനെ ഞാൻ നിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഒരു പുഷ്പാർച്ചനയായി സമർപ്പിക്കുന്നു. ദൈവം സൃഷ്ടിക്കാത്ത ചിലത് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ഒരു യാഗമായി സമർപ്പിക്കുമ്പോൾ നമ്മൾ ബലി കഴിക്കുന്നവരാകും. ആ കുർബാന പൊട്ടിച്ചു കൊടുക്കലാണ്. അങ്ങനെ ജീവിക്കുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന ആവശ്യം ഞങ്ങൾക്ക് സംശയമേ ഇല്ല. അത് ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമായ നിന്നോട് ചേരുന്നതാണ്. ഞങ്ങളിലെല്ലാവരും ഒരു ശൂന്യതയുണ്ട്, നിന്നോളം വലിയ ശൂന്യത. There is a God-shaped vacuum in each one of us. ആ ശൂന്യത നികത്താൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അഗസ്റ്റിൻ പ്രാർത്ഥിച്ചത്, നീ നിനക്കായി ഞങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് നിന്നാൽ നിറയപ്പെടുകയും നിന്നിൽ എത്തിച്ചേരുമ്പോഴും മാത്രമേ ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥതയുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളുടെയും നന്മകളുടെയും നടുവിൽ മനസ്സ് ശുഷ്കമായി പോകുന്ന ഒരു ആത്മീയ പാപ്പരത്വം ഞങ്ങൾക്കുണ്ടോ എന്ന് വിനയത്തോടെ വിവേകത്തോടെ അന്വേഷിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരിക്കലും നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കരുതെന്ന് വളരെ ആലോചനാപൂർവം, കലാപരമായി, ബൗദ്ധികമായി ഈ ലോകത്തിൽ ഈ കമ്പോളത്തിൻ്റെ സംസ്കാരം വളരുകയാണ്. ദൈവമുണ്ടോ നഷ്ടപ്പെട്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പാടില്ലാതെ വണ്ണം ദൈവം ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നത്തക്കവണ്ണം ഒരു മരീചികയിൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വളരെ സൂക്ഷ്മദൃക്കുകളാകണം. ഈ സൂക്ഷ്മദൃക്ക്, ഈ നേർക്കാഴ്ച ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് നിന്നിൽ നിന്ന് ലേപനം വാങ്ങി പൂശിയ മതിയാകുകയുള്ളൂ. ലോകവും കമ്പോള സംസ്കാരവും ഞങ്ങളുടെ കണ്ണുകളെ കുരുടാക്കുന്നു. ഈ ലോകത്തിൻ്റെ ദൈവം നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുരുട്ട് കണ്ണുകളിൽ ലേപനം പൂശി ഞങ്ങൾക്ക് കാഴ്ച നൽകുന്നു. കമ്പോളം കാണാൻ ഞങ്ങളെ അനുവദിക്കുന്നത് മനുഷ്യനെ വസ്തുവായും ഉപയോഗിക്കാനുള്ള വകയായും. അങ്ങനെയുള്ള ഭോഗ സംസ്കാരം വളരുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സംസ്കാരം അത് ത്യാഗത്തിൻ്റെ സംസ്കാരമാണ്, അത് യോഗത്തിൻ്റെ സംസ്കാരമാണ്. ആ കണ്ണുകൾ ഞങ്ങൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ മനുഷ്യനെ മരമായിട്ടല്ല, മനുഷ്യനായിട്ടുമല്ല, നിന്റെ പ്രത്യക്ഷങ്ങളായി ഞങ്ങൾ കാണും. കർത്താവേ, ഈ സമൂഹം പരസ്പരം ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളായി കണ്ടാൽ എങ്ങനെ ഈ ലോകത്തിന് ഇനിയും അതിരുകൾ സൃഷ്ടിക്കാനൊക്കും, വരമ്പുകൾ വെക്കാനൊക്കും, മതിലുകൾ പണിഞ്ഞുയർത്താനൊക്കും? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മതിലുകൾ ഇടിയുവാൻ, ഭാഷയുടെയും ജാതിയുടെയും വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരുള്ള യുദ്ധങ്ങൾ അവസാനിക്കുവാൻ ഞങ്ങൾക്ക് ഈ ഒരു പുതിയ കാഴ്ചയാണ് വേണ്ടുന്നത്. അത് നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞ സക്കായി വ്യാകുലചിത്തനായി ജനത്തിൻ്റെ മുമ്പിൽ ഓടുകയാണ്. അവൻ്റെ വിശപ്പ് ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്
വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പല്ല, മറിച്ച് നിന്നെ ലഭിക്കാനുള്ള വിശപ്പാണ്. അങ്ങനെ പ്രവേശിച്ച സക്കായിയോട് അവിടുന്ന് പറഞ്ഞു, സക്കായിയുടെ വലിയ വിശ്വാസ പ്രഖ്യാപനം, ഞാൻ മോഷ്ടാവായി എന്ന്. ഞാൻ സഹോദരന്മാരെ ഊറ്റിക്കുടിച്ചവരാണ്, ഇനി ഞാൻ ചുരത്തി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വെട്ടി വിഴുങ്ങിയവനാണ്, ഇനി ഞാൻ മുറിച്ചു നൽകുകയാണ്. ഞാൻ അതിരുകൾ കെട്ടിയവനാണ്, അതിരുകൾ ഞാൻ പൊളിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പ്രമാണങ്ങൾ എൻ്റെ വീട്ടിൽ കുന്നുകൂടി, എല്ലാ ആധാരക്കെട്ടുകളും ഇരുന്നത് എന്നെ വഴിയാധാരമാക്കി. എന്നാൽ ഞാൻ നിന്നിൽ പുതിയൊരു ആധാരം കാണുകയാണ്. അപ്പോൾ കർത്താവ് ഉള്ളു തുറന്ന് സന്തോഷിച്ച് പറഞ്ഞു, സക്കായിയെ, നീ അബ്രഹാമിൻ്റെ പുത്രനാണ്, നീ ദൈവ പൈതലാണ്, ഈ വീട് രക്ഷപ്പെട്ടു. അതിനെക്കുറിച്ച് വിശദമായി ഞങ്ങൾ നോക്കി. ഏറ്റവും ഞങ്ങൾക്ക് സ്വന്തമെന്ന് പറയുന്നത് ദൈവസ്നേഹത്തെ പ്രതി വിട്ടു നൽകാൻ, ജീവനെ പോലും നൽകാൻ നീ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളുടെ വീടുകളുടെ ഒരു കൂദാശ നടക്കട്ടെ. കുരിശിൻ്റെ അടയാളം രക്ഷയുടെ അടയാളമാകുന്നത് അത് പൊട്ടിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. വയറ് നിറയുന്നതിലല്ല, മനസ്സ് നിറയ്ക്കുന്നതിലാണ്. ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെല്ലാവരും മനസ്സ് നിറഞ്ഞ് നന്മ പ്രാപിച്ച് ഹോസ്പിറ്റാലിറ്റി അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് വിനയത്തോടുകൂടെ പറയാം. കർത്താവേ, നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. പൂ സമർപ്പിച്ചാൽ നിൻ്റെതാണ്, ഫലാമുലാദികളെല്ലാം നിൻ്റെതാണ്, ഞങ്ങളുടെ ശരീരം നിൻ്റെതാണ്. എന്നാൽ നീ സൃഷ്ടിക്കാത്ത ഒന്ന് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഞങ്ങളുടെ അഹന്തയും ഞങ്ങളുടെ അഹംബോഹവും ഒക്കെയാണ്. അത് ഇതാ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിനെ ഞങ്ങൾ പൊട്ടിക്കുന്നു. ഞങ്ങളെ മനുഷ്യരാക്കണമേ. ഞങ്ങൾക്ക് നിന്നെ കൂടാതെ മനുഷ്യരാകാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് നിന്നോടുകൂടെ ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ.